എല്ലാവർക്കും ക്രിസ്തുയേശുവിൽ സ്നേഹത്തോടെ സ്വാഗതം. ബൈബിളിലെ ദൈവത്തിന് എതിരായ വിമർശനവും അതിൻ്റെ മറുപടികളുമാണ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത്. ദൈവം ഉണ്ട് എന്നുള്ള ഒരു പ്രീ സപ്പോസിഷനിലാണ് ബൈബിൾ ആരംഭിക്കുന്നത് എന്ന് നമുക്കറിയാമല്ലോ. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. എന്നാൽ പലപ്പോഴും ആളുകൾ സംശയിച്ചു പോകുന്നത് എന്തുകൊണ്ട് ദൈവത്തിന്റെ എക്സിസ്റ്റൻസിനെ കുറിച്ച് അല്ലെങ്കിൽ ദൈവം ഉണ്ട് എന്നുള്ളതിനെ കുറിച്ച് 1, 2, 3 എന്നിങ്ങനെ വിമർശനാതീതമായിരിക്കുന്ന ചില തെളിവുകൾ ബൈബിളിൽ നൽകിയില്ലല്ലോ എന്നുള്ളതായിരിക്കുന്ന നിലയിൽ ആളുകൾ പറയാറുണ്ട്. ഇനി ദൈവത്തിന്റെ എക്സിസ്റ്റൻസിനെ കുറിച്ച് അങ്ങനെ പറഞ്ഞാൽ പോലും ചോദ്യങ്ങൾ അവസാനിക്കുന്നില്ല എന്ന് നമുക്കറിയാം. ഒരുപക്ഷെ നിരീശ്വര മതക്കാരും മറ്റ് മതവിശ്വാസികളും ഒക്കെ വ്യത്യസ്തമായിരിക്കുന്ന വീക്ഷണകോണിൽ നിന്നുകൊണ്ട് ബൈബിൾ വെളിപ്പെടുത്തുന്ന ദൈവത്തെ വിമർശിക്കാറുണ്ട്. ഒരുപക്ഷെ ദൈവത്തെ തള്ളിക്കളയുവാനായിട്ട് ഏതൊരു അവസരവും ഉപയോഗിക്കുമാറ് അവര് അതിനുപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരുപക്ഷെ ചില ആളുകളൊക്കെ പറയുന്ന പോലെ തിന്മയുടെ ആധിക്യം, തിന്മയുടെ സാന്നിധ്യം ഒക്കെ ദൈവത്തെ തള്ളിക്കളയുവാനായിട്ട് ആവശ്യമായിരിക്കുന്ന കാര്യങ്ങളാണ് എന്നാണ് പലപ്പോഴും അവര് പറയുന്നത്. ബൈബിളിലെ ദൈവത്തെ കുറിച്ച് പറയുമ്പോൾ ദൈവത്തിന്റെ ആട്രിബ്യൂട്ട്സിൽ കുറിച്ച് അവർ പലപ്പോഴും സംശയം പ്രകടിപ്പിക്കും. അതുപോലെ തന്നെ ബൈബിളിലെ ദൈവത്തിന്റെ സ്വഭാവത്തെ കുറിച്ച് അവര് ആശങ്കപ്പെടുകയും അതിനെ തള്ളിക്കളയുവാനായിട്ട് പ്രേരിപ്പിക്കുകയും ചെയ്യും. ഒരു ക്രൂരനായിരിക്കുന്ന ദൈവം, കൊല്ലുവാനായിട്ട് പറയുന്ന ദൈവം, പ്രകൃതി ദുരന്തങ്ങളിൽ ഇടപെടാത്തതായിരിക്കുന്ന ദൈവം, അങ്ങനെ ദൈവം ഒരു ബൈബിൾ വെളിപ്പെടുത്തുന്ന ദൈവം സർവാതിശയായിരിക്കുന്ന സർവത്തിന്റെയും സർവശക്തനായിരിക്കുന്ന ദൈവമാണെങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനെ ലോകത്തിൽ തിന്മയുടെ ആധിപത്യവും പ്രകൃതി ദുരന്തങ്ങളും അതുപോലെ തന്നെ അക്രമം, അഴിമതി, പാപം ഇതൊക്കെ എന്തുകൊണ്ട് നടമാടുന്നു, ദൈവം എന്തുകൊണ്ട് ഇടപെടുന്നില്ല എന്നുള്ളതായിരിക്കുന്ന നിരന്തര ചോദ്യങ്ങൾ അവര് ഉന്നയിക്കുന്നത് കാണുവാനായിട്ട് സാധിക്കും. ബൈബിളിൽ ദൈവത്തെ അങ്ങനെ തള്ളിക്കളയാൻ വേണ്ടിയിട്ട് വ്യത്യസ്തമായിരിക്കുന്ന കാരണങ്ങൾ അവര് ചൂണ്ടിക്കാണിക്കുമ്പോൾ, ഒരുപാട് വിമർശനങ്ങൾ പറയുമ്പോൾ നമുക്ക് അതിനൊക്കെ മറുപടി സഫീഷ്യന്റ് ആയിരിക്കുന്ന മറുപടിയുണ്ട്. പക്ഷെ അവരെ തൃപ്തിപ്പെടുത്തുന്നതായിരിക്കുന്ന മറുപടികൾ പലപ്പോഴും നമുക്ക് കണ്ടെത്താനായിട്ട് കഴിഞ്ഞെന്ന് വരികയില്ല, അവർക്ക് തൃപ്തിയാവുന്ന മറുപടികൾ. അപ്പോൾ ഇന്ന് നമ്മൾ പരിശോധിക്കുന്നതായിരിക്കുന്ന വിഷയവും ഇത് തന്നെയാണ്. ഈ ബൈബിളിലെ ദൈവത്തിന് എതിരെ, ദൈവത്തെ തള്ളിക്കളയുവാനായിട്ട് തള്ളിക്കളയുക എന്നുള്ള ആത്യന്തിക ലക്ഷ്യത്തിനായിട്ടും അതുപോലെ തന്നെ ദൈവത്തിനെതിരായിട്ട് മറ്റ് മതസ്ഥരോ ഇല്ലെങ്കിൽ അങ്ങനെയുള്ളതായിരിക്കുന്ന ആളുകൾ ഉയർത്തുന്നതായിരിക്കുന്ന ചോദ്യങ്ങൾക്ക് വളരെ തൃപ്തികരമായിരിക്കുന്ന ഒരു മറുപടിയും ഒരു വിശകലനവും അതാണ് ഇന്നത്തെ പഠനത്തിലൂടെയും അതിനുശേഷമുള്ളതായിരിക്കുന്ന ചർച്ചയിലൂടെയും നമ്മൾ ഉദ്ദേശിക്കുന്നത്. സ്നേഹത്തോടെ ക്ലീറ്റസ് സാറിനെ ഈ വിഷയം അവതരിപ്പിക്കുവാനായിട്ട് ക്ഷണിക്കുകയാണ്. ദൈവത്തിന്റെ വചനത്തെ പറയാനും പങ്കുവെക്കുവാനും ദൈവം തന്ന നല്ല സമയം ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിന്റെ വചനത്തിൽ ഒത്തിരി വിഷയങ്ങൾ പറയുന്നുണ്ട്, പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും ഒക്കെ. നാം ഈ ലോകത്തിൽ ജീവിക്കുന്ന സമയത്ത് ചോദ്യങ്ങൾക്ക് കുറവൊന്നുമില്ല. ചോദ്യങ്ങളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. ശാസ്ത്രവും സാങ്കേതിക വിദ്യയൊക്കെ പുരോഗമിക്കുന്നതിനനുസരിച്ച് ചോദ്യങ്ങൾ കുറയുകയല്ല, ചോദ്യങ്ങൾ കൂടുന്നുണ്ട്. അത് വിശ്വാസികളോട് മാത്രമല്ല, വിശ്വാസികളുടെയിലും നിരീശ്വരവാദികളുടെയിലും ചോദ്യങ്ങളുടെ എണ്ണം കൂടുന്നുണ്ട്. ഉത്തരങ്ങളുടെ എണ്ണം അതുപോലെ കൂടുന്നുണ്ടോ എന്നറിയില്ല. ദൈവത്തിന്റെ വചനത്തില് മനുഷ്യർ ഉന്നയിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉള്ള ഉത്തരവൊക്കെ ഉണ്ട്. എന്നാൽ എല്ലാ ഉത്തരങ്ങളും കേൾവിക്കാർക്ക് സ്വീകാര്യമായിട്ട് തീരുമോ എന്നുള്ള ചോദ്യമേ ഉള്ളൂ. സ്വീകാര്യമായിട്ട് തീരണമെങ്കിൽ അവരും കുറച്ച് വളരുകയും കുറച്ചും കൂടെ വികസിതമാകുകയും ഒക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ചില ആൻസറുകൾ അങ്ങനെയാണല്ലോ. നന്നേ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി ചോദിക്കുന്ന ഒരു വലിയ ചോദ്യത്തിന് കോളേജിലുള്ള ഒരു പ്രൊഫസർ ആൻസർ ചെയ്താൽ എന്തൊക്കെയോ മനസ്സിലായെന്നൊക്കെ തോന്നുമെങ്കിലും ആ പറഞ്ഞ കാര്യങ്ങളെ അതിൻ്റെ ശരിയായ അർത്ഥത്തിലും ആഴത്തിലും മനസ്സിലാകണമെങ്കിൽ കുറച്ചേറെ വർഷങ്ങൾ ചിലപ്പോൾ കഴിയേണ്ടതായിട്ട് വരും. എന്ന് പറയുന്ന പോലെ ദൈവത്തിന്റെ വചനത്തിലൂടെ പറയുന്ന, ദൈവം സംസാരിക്കുന്ന ആൻസറുകള്, തെളിവുകള് മനുഷ്യർക്ക് മനസ്സിലാവണമെങ്കിൽ ചിലപ്പം അവരും കുറേയും കൂടെ വികസിതമായി തീരേണ്ടത് ആവശ്യമാണ്. ചുരുങ്ങിയ പക്ഷം കർത്താവിനെ അറിഞ്ഞ് രക്ഷിക്കപ്പെടേണ്ടത് വളരെ ആവശ്യമാണ്. എങ്കിലാണ് പലപ്പോഴും ദൈവം പറയുന്ന ആൻസറുകൾ, ദൈവത്തിന്റെ വചനത്തിൽ കൂടെ പറയുന്ന ആൻസറുകൾ മനുഷ്യർക്ക് മനസ്സിലാക്കാനും സ്വീകരിക്കുവാനും ഒക്കെ കഴിയുള്ളൂ. എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന വിഷയം നല്ല വിഷയമാണ്.
തിന്മയുടെ ലോകം, ദൈവം നീതിമാനും നല്ലവനുമാണെങ്കിൽ ഈ ലോകത്തിലെ തിന്മ എന്തുകൊണ്ട് നിലനിൽക്കുന്നു എന്ന ഒരു വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. പറയാനുള്ള അറിവും കഴിവും ഒക്കെ എനിക്കുണ്ടോ എന്നുള്ളൊരു ചോദ്യം മാത്രമേ എനിക്കുള്ളൂ. പഠിക്കാൻ ആവശ്യമുള്ള ഒരു വിഷയം തന്നെയാണ്, മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന വിഷയവുമാണ്, അതിന് സംശയമൊന്നുമില്ല. ദ പ്രോബ്ലം ഓഫ് ഈവിൾ ആൻഡ് തിയോഡിസി എന്ന് പറയുന്ന ഒരു വിഷയം. ആ വിഷയത്തെക്കുറിച്ച് നമ്മൾ തീർച്ചയായിട്ടും പഠിക്കണം. ആളുകൾ നമ്മളോട് ചോദിക്കും, നിങ്ങളുടെ ദൈവം നല്ലവനാണെങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനെ? കഴിഞ്ഞ ദിവസം സന്തോഷ് ജോർജ് കുളങ്ങര ഒരു ഇന്റർവ്യൂവില് പറഞ്ഞ ചോദ്യം ഞാൻ ഓർക്കുകയാണ്. ഇങ്ങനെ ഒരു ഒരു ട്യൂബ് വെല്ല്, അതിനകത്തേക്ക് വീണുപോയ ചെറുപ്പക്കാരൻ 2-3 5-8 വയസ്സുള്ള ഒരു പയ്യൻ 2-3 മണിക്കൂർ അതിനകത്ത് കിടന്ന് വളരെ ബുദ്ധിമുട്ടി. അതിനുശേഷം അവൻ മരിച്ചു. ദൈവം എത്ര നല്ലയാളും പ്രവർത്തനോന്മുഖവുമായിരിക്കുന്ന ഒരു ദൈവമാണെങ്കിൽ എന്തുകൊണ്ട് ദൈവം ഇടപെട്ടില്ല? അതെന്ത്, ആരുടെ കുറ്റമാണ് എന്നൊക്കെ ചോദിച്ച് അദ്ദേഹം രോഷം കൊള്ളുന്നത് കണ്ടു. അതുപോലെ തന്നെ അദ്ദേഹം ചോദിക്കുന്ന വേറൊരു പ്രസ്താവനയാണ്, ഭൂമിയിലെ കാര്യങ്ങൾ നേരെയാക്കാൻ കഴിയാത്ത ദൈവത്തിന് സ്വർഗത്തിൽ ഇരുന്ന് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഞാൻ വിചാരിച്ചു ഈ മനുഷ്യൻ ഒരു ദൈവവിശ്വാസമുള്ള ആളാണ് എന്ന് വിചാരിച്ചിരുന്നത്. പക്ഷെ അദ്ദേഹത്തിന്റെ ഈ കാലത്തെ വെളിപ്പെടുത്തലുകളിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്ന ഇയാള് ദൈവവിശ്വാസം പോലുള്ള ഒരു മനുഷ്യനല്ല. യാത്രകൾ തന്നെ ഒത്തിരി കാര്യങ്ങൾ പഠിപ്പിച്ചില്ല എന്ന് വേണം വാസ്തവത്തിൽ മനസ്സിലാക്കാനായിട്ട്. അങ്ങനെ സമൂഹത്തിലെ നാനാ തുറകളിലുള്ള ആളുകള്, അവര് പ്രശസ്തരും അപ്രശസ്തരും കലാഫീൽഡിലും ശാസ്ത്രരംഗത്തും ഒക്കെ പ്രവർത്തിക്കുന്ന ഒത്തിരി മനുഷ്യർ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അപ്പൊ ഈ ചോദ്യങ്ങൾക്ക് ഒരു ആൻസർ പറയേണ്ടത് ആവശ്യമാണ്. ദൈവവിശ്വാസികൾക്ക് ഒരു ആൻസർ പറയേണ്ടത് ആവശ്യമാണ്. പ്രത്യേകിച്ച് നമ്മെ പോലെ വേദപുസ്തകം വിശ്വസിക്കുന്ന, ബൈബിൾ വിശ്വസിക്കുന്ന ആളുകളിൽ നിന്ന് ഉത്തരങ്ങൾ കേൾക്കാനായിട്ട് അവരും സഹവിശ്വാസികളൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. അനേക അവിശ്വാസികളും പറയുന്ന ഒരു കാര്യമാണ്, ഈ ഭൗതിക ലോകത്തും ധാർമ്മിക ലോകത്തും നിലനിൽക്കുന്ന ഈവിൾസ് വാസ്തവത്തിൽ ഒരു ദൈവം ഉണ്ടോ എന്ന് സംശയിക്കുന്നതിന് ഇടയാക്കുന്നതാണ്. ദൈവത്തിന്റെ അസ്തിത്വത്തെ നിഷേധിക്കാൻ മതിയായ കാരണങ്ങളാണ്. ഈവിൾസ് ഇൻ ദ ഫിസിക്കൽ വേൾഡ് ആസ് വെൽ ആസ് ഇൻ ദ മോറൽ വേൾഡ്. ഈ രണ്ട് ലോകത്തിലും ഉള്ള തിന്മയുടെ സാന്നിധ്യം ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. അങ്ങനെ ഒരു ദൈവം ഉണ്ടെങ്കിൽ ശരിക്കും ഇതൊക്കെ ഉണ്ടാകുമോ എന്നുള്ളൊരു ചോദ്യമാണ് അവർ പറയുന്നത്. വീണ്ടും അവർ പറയുന്ന മറ്റൊരു കാര്യമാണ്, ദൈവം ശരിക്കും ഉണ്ട്, അവൻ പെർഫെക്റ്റ്ലി ഗുഡാണ്, സർവശക്തനാണെങ്കിൽ ഈവിള്, ദോഷമായിരിക്കുന്ന കാര്യങ്ങൾ, വേദന, മരണം തുടങ്ങിയ ഈവിൾസ് എന്ന് പറയുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ, ഇതൊക്കെ എന്തുകൊണ്ട് നിലനിൽക്കുന്നു, എന്തുകൊണ്ട് ഈ പ്രപഞ്ചത്തിൽ വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്നു, മനുഷ്യര് അത് നിമിത്തം വളരെ കഷ്ടപ്പെടുകയും ബുദ്ധിമുട്ടുകയും ഒക്കെ ചെയ്യുന്നു. അപ്പൊ അതുകൊണ്ട് അവർ പറയുന്നത് ദൈവം ഉണ്ടോ, ദൈവം ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ എന്താണ് സംഭവിക്കുന്നത് എന്ന് പറയുന്ന അനേക മനുഷ്യരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ജോൺ ഫ്രെയിം എന്ന് പറയുന്ന പ്രസിദ്ധനായിരിക്കുന്ന ഒരു മനുഷ്യൻ, അപ്പൊ ദ പ്രോബ്ലം ഓഫ് ഈവിൾ എന്ന് പറയുന്ന വിഷയത്തെ കുറിച്ച് അദ്ദേഹം പഠിച്ച് വിശകലനം ചെയ്യുകയും അദ്ദേഹം പല പ്രിമൈസുകൾ അവതരിപ്പിക്കുകയും ചെയ്തു. 3 പ്രിമൈസുകളും 2 കൺക്ലൂഷൻസുമായിട്ട് അദ്ദേഹം അവതരിപ്പിക്കുന്നത് തിന്മയുടെ സാന്നിധ്യം എന്ന വിഷയത്തെ സംബന്ധിച്ചുള്ള ഏറ്റവും ക്ലാസിക് ആയിരിക്കുന്ന ഒരു പ്രസന്റേഷനാണ് എന്ന് പൊതുവില് ചിന്തകന്മാർ പറയുന്നു. അപ്പൊ ജോൺ ഫ്രെയിം എന്ന് പറയുന്ന ഈ മനുഷ്യൻ പറയുന്ന ഒരു ഐഡിയ ഞാൻ നിങ്ങളുടെ മുൻപിൽ ആദ്യം പറയാം, അതിനുശേഷം നമുക്ക് മുന്നോട്ട് പോകാം. അപ്പം ദ പ്രോബ്ലം ഓഫ് ഈവിൾ അല്ലെങ്കിൽ പെയിൻ എന്ന് പറയുന്ന വിഷയത്തെ അവരുടെ ഭാഷയിൽ അവര് മാക്സിമം വിശദീകരിക്കാനായിട്ട് ശ്രമിക്കുന്ന പ്രമേയങ്ങളും അതുപോലെ നിഗമനങ്ങളും ഒക്കെയാണ് നമുക്ക് പറയാനുള്ളത്. അദ്ദേഹം പറയുന്ന ഒന്നാമത്തെ പ്രിമൈസ് എന്ന് പറയുന്നത്, ദൈവം സർവശക്തനാണെങ്കിൽ തിന്മയെയും പാപത്തെയും തനിക്ക് തടയുവാനായിട്ട് കഴിയുമായിരുന്നു. തീർച്ചയായിട്ടും കഴിയുമായിരുന്നു. കാരണം സർവശക്തനായിരിക്കുന്ന ഒരു ദൈവത്തിന് അത് ചെയ്യാൻ പറ്റും, ചെയ്യാതിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അതിനുള്ള കഴിവ് ദൈവത്തിനുണ്ട്. രണ്ടാമത്തെ പ്രിമൈസ് ആയിട്ട് പറയുന്നത്, ദൈവം സകല നന്മകൾക്കും ഉടയവനാണ് എങ്കിൽ അദ്ദേഹത്തിന് തിന്മയെ തടയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ തടയാമായിരുന്നു എന്ന് നമുക്ക് അദ്ദേഹത്തിന്റെ പ്രിമൈസിൽ കാണാനായിട്ട് പറ്റും. തിന്മയെ തടയാനായിട്ട് താൻ ആഗ്രഹിക്കുമായിരുന്നു.
ആദ്യത്തെ പ്രമൈസിൽ പറയുന്നത് താന് സർവശക്തനാണെങ്കിൽ തിന്മയെ തടയുവാൻ തനിക്ക് കഴിയുമായിരുന്നു. താൻ നല്ല ദൈവമാണ്, ഓൾ ഗുഡ് ഗോഡ് ആണെങ്കിൽ തനിക്ക് തിന്മയെ വാസ്തവത്തിൽ തടയാനുള്ള ആഗ്രഹമെങ്കിലും ഉണ്ടാകുമായിരുന്നു. എന്നിട്ട് അതിന്റെ കൺക്ലൂഷനായിട്ട് അദ്ദേഹം പറയുന്നത്, ദൈവം സർവശക്തനും നല്ലവനുമായിരുന്നുവെങ്കിൽ തിന്മ ലോകത്തിൽ ഉണ്ടാകുമായിരുന്നില്ല. ശ്രദ്ധിച്ചു കേൾക്കുക, ദൈവം സർവശക്തനും നല്ലവനുമായിരുന്നുവെങ്കിൽ തിന്മ ലോകത്തിൽ ഉണ്ടാകുമായിരുന്നില്ല. മൂന്നാമത്തെ പ്രമൈസ്, പക്ഷേ ലോകത്തിൽ തിന്മ നിലനിൽക്കുന്നുണ്ട്. ഫൈനൽ കൺക്ലൂഷൻ, അതുകൊണ്ട് there is no all powerful all good God. അതുകൊണ്ട് സർവശക്തനോ നല്ലവനോ ആയിരിക്കുന്ന ഒരു ദൈവം ഇല്ല. ഞാൻ ഒന്നോടെ പറയാം. ഒന്നാമത്തെ പ്രിമൈസായിട്ട് അദ്ദേഹം പറയുന്നത്, ദൈവം സർവശക്തനായിരുന്നുവെങ്കിൽ തനിക്ക് തിന്മയെ ഫലപ്രദമായി തടയുവാൻ കഴിയുമായിരുന്നു. 2, അദ്ദേഹം നല്ലവനായ ദൈവമായിരുന്നുവെങ്കിൽ തിന്മയെ തടയുവാനുള്ള ആഗ്രഹം തനിക്കുണ്ടാകുമായിരുന്നു. അതിന്റെ കൺക്ലൂഷനായിട്ട് അദ്ദേഹം പറയുന്നത്, ദൈവം നല്ലവനും സർവശക്തനുമായിരുന്നുവെങ്കിൽ ലോകത്തിൽ തിന്മ ഉണ്ടാകില്ലായിരുന്നു. മൂന്നാമത്തെ പ്രിമൈസ്, പക്ഷെ ലോകത്തിൽ തിന്മ ഉണ്ട്. അടുത്ത കൺക്ലൂഷൻ എന്ന് പറയുന്നത്, ലോകത്തിൽ തിന്മ ഉള്ളതുകൊണ്ട് therefore അതുകൊണ്ട് there is no all powerful all good God. അതുകൊണ്ട് ലോകത്തിൽ സർവശക്തനായിരിക്കുന്ന നല്ലവനായിരിക്കുന്ന ഒരു ദൈവം ഇല്ല. അപ്പൊ ഈ ഇദ്ദേഹത്തിന്റെ വിശകലനത്തെ കുറിച്ച് പറയുന്ന ഇതിലും ഫലപ്രദമായിട്ട് ഈ മനുഷ്യർക്ക് ഇവരുടെ ആശയം പറയുവാനായിട്ട് ബുദ്ധിമുട്ടാണ്. ഏതാണ്ട് അത്രയും നന്നായിട്ട് അദ്ദേഹം ഈ ആശയം പറയുന്നുണ്ട്. ലോകത്തിൽ തിന്മയുണ്ട്, തിന്മയുടെ സാന്നിധ്യമുണ്ട്, അതുകൊണ്ട് സർവശക്തനായിരിക്കുന്ന നന്മ ആഗ്രഹിക്കുന്ന ഒരു ദൈവം വാസ്തവത്തിൽ ഇല്ല എന്നുള്ളതാണ് അവരുടെ ഒരു കൺക്ലൂഷൻ. അപ്പൊ ഇങ്ങനെയുള്ള വാദഗതികള്, ഇങ്ങനെയുള്ള ദൈവത്തിനെതിരെയുള്ള ഇങ്ങനെയുള്ള പ്രസ്താവനകൾക്കെതിരെയുള്ള വിശ്വാസികളുടെ റെസ്പോൺസിന് പറയുന്ന പേരാണ് തിയോഡിസി. തിയോഡിസി, THEODICY, തിയോഡിസി എന്ന് പറയുന്ന ഒരു ആശയം. തിയോഡിസി എന്ന് പറയുന്നത് തിന്മയും അസന്തുലിതാവസ്ഥയും വേദനയും നിറഞ്ഞ ഈ ലോകത്തില് ദൈവത്തിന്റെ നന്മയും നീതിയും ചോദ്യം ചെയ്യേണ്ടതായിരിക്കുന്ന ആവശ്യമില്ല. ദൈവം നീതിയുള്ളവനായിട്ട് നല്ലവനായിട്ട് നിൽക്കുന്നു എന്ന് ഉത്തരം പറയുവാനായിട്ട് പരിശ്രമിക്കുന്ന ആ ഒരു ക്രമീകരണത്തിനാണ് വാസ്തവത്തില് തിയോഡിസി എന്ന് പറയുന്നത്. അപ്പൊ അത് ആ ഒരു വിഭാഗത്തിൽ പഠിച്ച് നല്ല അറിവും പരിജ്ഞാനവും ഒക്കെ സമ്പാദിച്ചിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ നല്ലതാണ്. തീർച്ചയായിട്ടും ഇന്നത്തെ ലോകത്തില് ആ നിലയിലുള്ള അപ്പോളജറ്റിക് വർക്ക് ഒക്കെ ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും പറ്റും. സുവിശേഷ വേലയ്ക്ക് അത് വളരെ സഹായകരമാണ്. ആളുകളെ ചിന്തിപ്പിക്കാനായിട്ട് മതിയായതാണ്. വൺ സൈഡഡ് ആണല്ലോ. ഡാർവീനിയൻ തോട്ടും അതുപോലെ നിരീശ്വര ചിന്തകളും മാർക്സിസ്റ്റ് ചിന്തകളും ഒക്കെ കേട്ട് തഴക്കം വന്നിരിക്കുന്ന മലയാളി മനസ്സിനെ സംബന്ധിച്ച് നല്ല ആൻസറുകൾ കേൾക്കാനായിട്ട് പറ്റുന്നത് നല്ലതാണ്. തന്നെയല്ല, വിശ്വാസികൾക്ക് നല്ലതാണ്. വിശ്വാസികൾക്കും ഈ ചോദ്യങ്ങളൊക്കെ തീർച്ചയായിട്ടും കാണും. കുഴയ്ക്കുന്ന ചോദ്യങ്ങൾ മനസ്സിൽ കാണും. അപ്പൊ അതിനൊക്കെ ഒരു നല്ല ഉത്തരം ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് കേൾക്കാനായിട്ട് പറ്റുന്നുണ്ടെങ്കിൽ വിശ്വാസികൾക്ക് അത് സന്തോഷമാണ്, അവർക്ക് ആശ്വാസമാണ്. മാത്രമല്ല, സുവിശേഷം കൂടുതൽ ഫലപ്രദമായിട്ട് പറയാൻ അവരെ അത് ഒരുക്കുകയും തയ്യാറാക്കുകയും ഒക്കെ ചെയ്യും. അപ്പൊ തിയോഡിസി എന്ന് പറഞ്ഞാൽ അതിന് ഒരു നല്ല നിർവചനം പറഞ്ഞാല്, ഞാനൊരു നിർവചനം എഴുതിയെടുത്തിട്ടുണ്ട്, അതൊന്ന് വായിക്കാം, എന്നിട്ട് അതിന്റെ മലയാളവും പറയാം. തിയോഡിസി is the vindication of divine goodness and providence in view of the existence of evil. ഒന്നുകൂടെ വായിക്കാം. തിയോഡിസി is the vindication of divine goodness and providence in view of the existence of evil. അതായത് തിന്മ ഈ ലോകത്തില് ഉണ്ട്, തിന്മയുടെ സാന്നിധ്യമുണ്ട്, വേദന ഈ ലോകത്തിലുണ്ട്, ദോഷങ്ങൾ ഈ ലോകത്തിലുണ്ട്. അതുള്ളപ്പോൾ തന്നെ ദൈവം നല്ലവനാണ്, ദൈവത്തിന് ലോകത്തെ നയിക്കാനും ഭരിക്കാനും അറിയാം എന്നതിനെ സാധൂകരിക്കുന്ന ആ ഒരു ചിന്താധാരയാണ് വാസ്തവത്തിൽ തിയോഡിസി. തിയോഡിസിക്ക് മലയാളം അർത്ഥം നോക്കിയ സമയത്ത് സിദ്ധാന്തം എന്നാണ് അതിന്റെ അർത്ഥമായിട്ട് എഴുതി വെച്ചിരിക്കുന്നത്. അതെങ്ങനെയാ ശരിയാകുന്നതെന്ന് എനിക്കറിയില്ല കേട്ടോ, എനിക്കറിയില്ല. നല്ല വല്ല ഡിക്ഷണറികളൊക്കെ നോക്കിയാൽ കുറച്ചുകൂടെ നല്ല അർത്ഥമൊക്കെ
തീർച്ചയായിട്ടും കാണാനായിട്ട് പറ്റും. അപ്പം ദൈവത്തിന് വേണ്ടി കേസ് വാദിക്കുക അതിന്റെ ആവശ്യമില്ലെങ്കിൽ പോലും വിശ്വാസികൾ, ദൈവമക്കൾ എന്നുള്ള നിലയിൽ അത് ആവശ്യമാണ്. ഏർലി ചർച്ച് ലൈഫിൽ അല്ലെങ്കിൽ ആദ്യകാല സഭാചരിത്രത്തിലൊക്കെ അത് ആവശ്യമായിരുന്നു. ക്രിസ്ത്യാനികള് കുഞ്ഞുങ്ങളെ കൊന്നു തിന്നുന്ന ആളുകളല്ല, രക്തം കുടിക്കുന്നവരല്ല, അല്ലെങ്കിൽ സെക്ഷൽ ഇമ്മോറാലിറ്റി പ്രോത്സാഹിപ്പിക്കുന്നവരല്ല, മറിച്ച് പ്യുവർ പീപ്പിൾ ആണ് എന്ന കാര്യം തെളിയിക്കാനായിട്ട് ഒത്തിരി ആശയങ്ങളും വാദഗതികളും ഒക്കെ പറയാറുണ്ടായിരുന്നു, തീർച്ചയായിട്ടും പറയാറുണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, ദൈവത്തെക്കുറിച്ച് പറയുന്നത് ഈ ലോകത്തില് തിന്മയുടെ സാന്നിധ്യമുണ്ട്, അതുപോലെ അനീതിയുടെ സാന്നിധ്യമുണ്ട്, ഇതൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെയും ദൈവത്തിന്റെ നീതിയോ ദൈവത്തിന്റെ ഗുഡ്നെസ്സിനെയോ ഒന്നും ഇത് ബാധിക്കുന്നതല്ല. ദൈവം നീതിമാനായിട്ടും നല്ലവനായിട്ടും എന്നും എന്നേക്കും ഇരിക്കുന്നു എന്ന ആശയം ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഈ ആശയത്തെ നമുക്ക് വേണ്ടും പോലെ പഠിക്കാനും പറയാനും മനസ്സിലാക്കാനുമായിട്ട് പറ്റണമെങ്കിൽ ദൈവത്തിന്റെ ജസ്റ്റിസ്, ദൈവത്തിന്റെ ഗുഡ്നെസ് എന്നീ പറയുന്ന കാര്യങ്ങള് തിന്മയുടെയും വേദനയുടെയും വെളിച്ചത്തിൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട് പറ്റണമെങ്കിൽ വേദപുസ്തകവുമായിട്ട് നമുക്ക് നല്ല ഒരു പരിചയം വരേണ്ടത് ആവശ്യമാണ്. വേദശാസ്ത്രികൾ പറയുന്നത് ബൈബിള് തന്നെയാണ്, കർത്താവായ യേശുക്രിസ്തു തന്നെയാണ് നമ്മുടെ തിയോഡിസി എന്ന് പറയുന്നത്. ശരിക്കും കർത്താവിന്റെ പദ്ധതികളെ കുറിച്ചും കർത്താവ് ഈ ലോകത്തെ സൃഷ്ടിച്ചപ്പോൾ കർത്താവ് വിഭാവനം ചെയ്ത കാര്യങ്ങളും മനുഷ്യന്റെ വീഴ്ചയും അതിന്റെ പരിണത ഫലങ്ങളെ കുറിച്ചും ഒക്കെ ഏറ്റവും നന്നായി പറയുന്ന പുസ്തകം ബൈബിള് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ദൈവത്തിന്റെ വചനവുമായിട്ട് ഒരു നല്ല ബന്ധം തീർച്ചയായിട്ടും ആവശ്യമാണ്. ശരിയായിരിക്കുന്ന ഒരു വാദഗതി പ്രസന്റ് ചെയ്യുന്നത് ബൈബിൾ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് വേദപുസ്തകവുമായിട്ട് ആ നിലയിലുള്ള ഒരു പരിചയവും ബന്ധവും നമുക്ക് ആവശ്യമാണ്. ദൈവത്തിന്റെ വചനം നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് ഈ വിഷയത്തിൽ നമുക്ക് ധാരാളമായിരിക്കുന്ന ഡേറ്റ, ധാരാളമായിരിക്കുന്ന ആശയങ്ങൾ പങ്കുവെച്ചിട്ടുണ്ട്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്നെ അത് വെളിപ്പെടുത്തിയിരിക്കുന്നു എന്ന കാര്യം നമുക്ക് കാണാൻ പറ്റും. ബൈബിളിന്റെ ഏത് കാലത്തുള്ള ആവശ്യങ്ങളെ നിറവേറ്റാൻ ബൈബിള് മതിയായതാണ് എന്ന് പറയാനുള്ള ഒരു കാരണം വാസ്തവത്തില് ഇപ്പം ഇങ്ങനെയുള്ള ചോദ്യങ്ങളും ഇങ്ങനെയുള്ള ആൻസറുകളും ഒക്കെ ഈ ആധുനിക കാലത്ത് പറയേണ്ടതായിട്ട് വരും എന്ന് മുൻകണ്ടുകൊണ്ട് അതിനുള്ള ഡേറ്റയൊക്കെ ബൈബിളിൽ ധാരാളം ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. നമുക്ക് ഏതൊരു മനുഷ്യന്റെ ചോദ്യത്തിനും വേദപുസ്തകത്തിൽ നിന്ന് ആൻസർ പറയാനായിട്ട് പറ്റുന്ന ഒരു സ്ഥിതി ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. പ്രിയമുള്ളവരെ, ഈ ആശയത്തില് ബൈബിള് നമ്മൾ പരിശോധിക്കുമ്പോൾ കാണാൻ പറ്റുന്ന ഒരു 7-8 നല്ല വാദഗതികള് ഞാൻ സഹോദരന്മാരുടെ മുമ്പിൽ പറയാമെന്ന് വിചാരിക്കുന്നു. ബിബ്ലിക്കൽ തിയോഡിസിക്ക് അനുകൂലമായിരിക്കുന്ന ചില നല്ല വാദഗതികൾ പറയാം എന്ന് വിചാരിക്കുന്നു. അതിൽ ഒന്നാമത് പറയുന്നത്, ദൈവത്തിന്റെ സകല പ്രവൃത്തികളെയും ദൈവം തന്നെ വിശദീകരിക്കണം എന്ന് ബൈബിളിൽ എങ്ങും പറയുന്നില്ല. ദൈവം എന്തുകൊണ്ട് ഇന്ന കാര്യങ്ങൾ ചെയ്തു, എന്തുകൊണ്ട് സൃഷ്ടിച്ചു, എന്തുകൊണ്ട് മനുഷ്യൻ വീഴാൻ അനുവദിച്ചു, എന്തുകൊണ്ട് 1-ാം ദിവസം 2-ാം ദിവസം 3-ാം ദിവസമായിട്ടൊക്കെ സൃഷ്ടികൾ നടത്തി, എന്തുകൊണ്ട് 7-ാം ദിവസം വിശ്രമിച്ചു, ഇതിനൊക്കെയും വിശദീകരണം പറയണമെന്ന് പറഞ്ഞാൽ പ്രിയമുള്ളവരെ, ബൈബിളിൽ അങ്ങനെയുള്ള യാതൊരു വിശദീകരണങ്ങളും ഇല്ല, ഒരു വിശദീകരണങ്ങളും ഇല്ല. അപ്പൊ അതിന്റെ ഒരു വശമായിട്ട് എഴുത്തുകാർ പറയുന്നത്, കർത്താവ് അങ്ങനെയുള്ള, സ്വർഗത്തിലെ ദൈവം അങ്ങനെയുള്ള യാതൊരു വിശദീകരണങ്ങളും പറയുന്നില്ല. rather asserts his right to be trusted. ദൈവം ദൈവമാണ്, ദൈവം നീതിയുള്ളവനും വിശ്വസ്തനുമാണ്. സോ യു നീഡ് ടു ട്രസ്റ്റ് ഹിം. അവനെ ആശ്രയിക്കുക. അതാണ് നമുക്ക് ആദ്യത്തെ അധ്യായങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. എന്തുകൊണ്ട് ദൈവം ആദിയിൽ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു? നോ ആൻസർ. എന്തുകൊണ്ട് 6 ദിവസം കൊണ്ട് സൃഷ്ടിയെല്ലാം പൂർത്തിയാക്കി? വി ഡോണ്ട് നോ. എന്തുകൊണ്ട് 7-ാമത്തെ ദിവസം താൻ സർവ്വ പ്രവൃത്തിയിൽ നിന്ന് നിവൃത്തനായി? നമുക്ക് കൃത്യമായ അറിവൊന്നും ഇല്ല. ഈ സൃഷ്ടിക്ക് ദൈവം ഉപയോഗിച്ച രീതികൾ എന്തൊക്കെയാണ്? നമുക്കറിയില്ല, നമുക്കതിനെക്കുറിച്ച് അറിയില്ല. മനുഷ്യന്റെ സൃഷ്ടിയുടെ ഡീറ്റെയിൽസ് നമുക്കറിയില്ല, ഇതൊന്നും നമുക്കറിയത്തില്ല. അറിയിക്കാനായിട്ട് ദൈവം അധികം ഉദ്ദേശിച്ചിട്ടുണ്ടെന്നും തോന്നുന്നില്ല. നമ്മളെ പറഞ്ഞു പഠിപ്പിക്കുന്ന ഒരു പ്രധാന സകല കവനന്റും ദൈവം ചെയ്തിട്ടില്ല. ഒരു സോവറൻ ഗോഡിന്റെ പ്രത്യേകതയായിട്ട് നമ്മൾ മനസ്സിലാക്കിയാൽ ധാരാളം മതിയാകും എന്നെനിക്ക് തോന്നുന്നു.
രണ്ടാമത് പറയുന്ന മറ്റൊരു കാര്യം, ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തില് പിശാച് ഹവ്വയെ വീഴ്ച കളഞ്ഞതായിട്ടും ആദമിനെ വീഴ്ച കളഞ്ഞതായിട്ടും നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ പിശാച് എങ്ങനെ ഈവിളായിട്ട് മാറി, പിശാചിന്റെ ഉള്ളിൽ എങ്ങനെ പാപം കടന്നുകൂടി, നല്ല ദൂതനായിരുന്ന ലൂസിഫർ എങ്ങനെ സാത്താനായിട്ട് മാറി, അത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ ബൈബിളിൽ അതിനെക്കുറിച്ചുള്ള ഒരു ഇൻഡിക്കേഷനും ഈ വേദഭാഗത്തൊന്നും പറയുന്നില്ല. അതുപോലെ തന്നെ നമുക്കറിയില്ലാത്ത മറ്റൊരു കാര്യമാണ്, ആദവും ഹവ്വയും ഒരു പെർഫെക്റ്റ് വേൾഡിൽ ഇരുന്നുകൊണ്ട് എന്തുകൊണ്ട് പാപം ചെയ്തു. നമുക്കതിനെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങളൊന്നും പറയാനായിട്ട് അറിയില്ല. അപ്പൊ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ എന്താ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് സിംപ്ലി ട്രസ്റ്റ് ഗോഡ്. ദൈവത്തിൽ ആശ്രയം വെക്കുക, ദൈവത്തിന്റെ നന്മയും ദൈവത്തിന്റെ വിശ്വസ്തതയും മുഖവിലേക്ക് എടുക്കുക എന്നുള്ളതാണ്. മൂന്നാമതായിട്ട് പറയുന്നത്, ആദം വീണുപോയി. പക്ഷെ ആദം വാസ്തവത്തിൽ പരോക്ഷമായിട്ട് പറയാൻ പരിശ്രമിക്കുന്ന ഒരു കാര്യമുണ്ട്. അതെന്താന്ന് ചോദിച്ചാല്, എനിക്ക് തന്ന ഈ സ്ത്രീയാണ് എനിക്കിത് തന്നതെന്ന് പറയുമ്പം പരോക്ഷമായിട്ട് ആദം എന്താ പറയുന്നത്, ഹവ്വയുടെ ഡിസൈനിങ്ങില് തെറ്റുപറ്റി അതിന്റെ റെസ്പോൺസിബിൾ പേഴ്സൺ എന്ന് പറയുന്നത് വേറെ ആരുമല്ല, ദൈവമേ നീ തന്നെയാണ് എന്നാ പറയുന്നത്. അപ്പൊ അങ്ങനെ പറയുമ്പോൾ ഒരു മനുഷ്യനാണെങ്കിൽ ചൂളിപ്പോവും, തനിക്ക് ആൻസർ ഒന്നും പറയാനായിട്ട് പറ്റില്ല. അപ്പൊ ദൈവത്തെ കയറി പിടിക്കാം എന്ന് വിചാരിച്ചായിരിക്കാം ആദം അങ്ങനെ ഒരു പ്രസ്താവന പറഞ്ഞത്. ഞാനല്ല ശരിക്കും പ്രോബ്ലം ഉള്ളത്, ഈ സ്ത്രീയാണ് തന്നെ. സ്ത്രീയോട് ചോദിച്ചപ്പം പാമ്പ് തന്നെന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇവരെല്ലാം പറയുന്നത് വാസ്തവത്തിൽ ദൈവമാണ് കുഴപ്പം എന്നാ പറയുന്നത്. പ്രിയമുള്ളവരെ, സത്യം മാത്രം പറയുകയും നന്മ മാത്രം ചെയ്യുകയും വിശ്വസ്തത കാണിക്കുകയും ചെയ്യുന്ന ദൈവം ആദമിന്റെ പ്രസ്താവന കേട്ട് ചൂളിപ്പോവുകയല്ല ചെയ്തത്, ആദമിനെ ശിക്ഷ വിധിച്ചു. ആദമിനെ ന്യായം വിധിച്ചു ദൈവം ചൂളിപ്പോയൊന്നുമില്ല. അയ്യോ ആദം ഇങ്ങനെയൊക്കെ പറയുമെന്ന് വിചാരിച്ചല്ലോ, ഭയങ്കരമായി പോയല്ലോ. അങ്ങനെയുള്ള യാതൊരുവിധ പ്രശ്നങ്ങളും ആദമിനെ സംബന്ധിച്ചുണ്ടായില്ല, ദൈവത്തെ സംബന്ധിച്ചുണ്ടായില്ല. ദൈവം ചെയ്ത കാര്യം എന്ന് പറയുന്നത് കണ്ടംപ്റ്റ് ആദത്തെ ദൈവം കണ്ടം ചെയ്തു. നീ തെറ്റാണ്, നീ ദുഷ്ടതയാണ് ചെയ്തത്, അതുകൊണ്ട് അതിന്റെ ദോഷഫലങ്ങൾ നീയും മനുഷ്യരാശിയും അനുഭവിക്കും എന്ന് പറയുന്ന ശക്തമായിരിക്കുന്ന പ്രസ്താവനയാണ് ദൈവം വാസ്തവത്തിൽ പറയുന്നത്. എന്ന് പറഞ്ഞാൽ എന്താ ഇതിന്റെ അർത്ഥം? ഇതിന്റെ എല്ലാം അർത്ഥം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രിയമുള്ളവരെ, ഈ ലോകത്തിൽ നടക്കുന്ന പാപത്തിന്റെ അരങ്ങേറ്റം, വേദനകളുടെ അരങ്ങേറ്റം, ദുഷ്ടതയുടെ അരങ്ങേറ്റം, അതിന്റെ പ്രകടനങ്ങൾ, അതിന്റെ വിവിധങ്ങളായിരിക്കുന്ന പ്രയോഗങ്ങൾ, ഇതിനകത്ത് ദൈവത്തിന്റെ നന്മയ്ക്കും വിശ്വസ്തതയ്ക്കും നീതിക്കും യാതൊരു പങ്കുമില്ല. ദൈവത്തിന്റെ സ്വഭാവവുമായിട്ട് അതിന് യാതൊരു ബന്ധവുമില്ല, ഒന്നുമില്ല. ദൈവം അങ്ങനെയുള്ള സമയങ്ങളിൽ അത് ചെയ്യുന്ന മനുഷ്യരെ, രാജ്യങ്ങളെ ന്യായം വിധിക്കുന്നതാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിന്റെ 22-ാമത്തെ അധ്യായത്തില് അബ്രഹാമിനോട് ദൈവം കൽപ്പിക്കുന്നുണ്ട്, നിന്റെ ഏകജാതനായിരിക്കുന്ന ഇസ്ഹാക്കിനെ കൊണ്ട് യാഗമർപ്പിക്കണം. അപ്പൊ അതിനെക്കുറിച്ച് ആളുകളുടെ ഒരു ചോദ്യം എന്ന് പറയുന്നത്, നല്ലവനായിരിക്കുന്ന ദൈവത്തിന്റെ നന്മയുമായിട്ട് ഈ ആശയം എങ്ങനെയാണ് ഹാർമണൈസ് ആയിട്ട് പോകുന്നത്, എങ്ങനെയാണ് പൊരുത്തപ്പെടുത്താനായിട്ട് പറ്റുന്നത്, ഒരു ചോദ്യമാണ്. പക്ഷെ എന്താണ്, നമുക്കറിയാം, ഇസ്ഹാക്കിനെ വധിക്കാനൊന്നും ദൈവം അനുവദിച്ചില്ല. അതൊരു പരീക്ഷയായിരുന്നു എന്ന് അവിടെ നമുക്ക് വായിക്കാനായിട്ട് സാധിക്കും, തീർച്ചയായിട്ടും സാധിക്കുന്നതാണ്. ഇനി അഞ്ചാമതായിട്ട് പറയാൻ ആഗ്രഹിക്കുന്ന, ഇയ്യോബിന്റെ പുസ്തകം നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് ഇയ്യോബിനോട് ദൈവം പറയുന്ന ഒരു ആശയമുണ്ട്. അതെന്താന്ന് ചോദിച്ചാൽ, ദൈവത്തിന്റെ പ്രവൃത്തികളും ദൈവം ഈ പ്രപഞ്ചത്തിൽ ചെയ്യുന്നതായിരിക്കുന്ന കാര്യങ്ങളും ദൈവത്തിന്റെ ഇടപാടുകളെയും ശരിയായി മനസ്സിലാക്കുവാൻ മാൻ ഈസ് ഇൻകേപ്പബിൾ. മനുഷ്യർക്ക് പരിമിതികളുണ്ട്. അപ്പം ഇയ്യോബ് എന്ന് പറയുന്ന മനുഷ്യൻ ഒത്തിരി കാര്യങ്ങൾ അറിയാവുന്ന മനുഷ്യനാണ്. ദൈവത്തെക്കുറിച്ചും ദൈവത്തിന്റെ പ്രവൃത്തികളെക്കുറിച്ചും മനുഷ്യനെക്കുറിച്ചും നീതിയെക്കുറിച്ചും ഒക്കെ ഒത്തിരി കാര്യങ്ങൾ അറിയാം. അദ്ദേഹത്തിന്റെ ഡിസ്കോഴ്സുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അത്ര വലിയ അറിവും കാഴ്ചപ്പാടുകളും ഉള്ള വ്യക്തിയൊക്കെയാണ്. പക്ഷെ ദൈവം ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്തൊക്കെയാണ്? നിനക്ക് ഇതിനെക്കുറിച്ച് അറിയാമോ, ഇന്നതിനെ കുറിച്ച് അറിയാമെങ്കിൽ പറ എന്ന് പറയുമ്പം എന്താ പറയുക? ദൈവം പറയുന്ന കാര്യം എന്താണ്? ഒരു മനുഷ്യൻ എന്തോരം നീതിയുള്ളവനായാലും, എന്തോരം ദൈവത്തെ അറിഞ്ഞെന്ന് പറഞ്ഞാലും, എന്തോരം പ്രായോഗികമായ അനുഭവങ്ങൾ സമ്പാദിച്ചെന്ന് പറഞ്ഞാലും, ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തികളെ മുഴുവൻ വിശദീകരിക്കാൻ തക്കവണ്ണമുള്ള കേപ്പബിലിറ്റി മനുഷ്യർക്കില്ല.
അതിനുള്ള അറിവില്ല. പല കാര്യങ്ങളെയും തമ്മിൽ ചേർത്ത് വെച്ച് ലോജിക്കലി വിശകലനം ചെയ്ത് അതിനെല്ലാം ആൻസർ കണ്ടെത്താനും പറയാനുമായിട്ട് മനുഷ്യരെ കൊണ്ട് പറ്റില്ല എന്ന് പറയുന്ന ഒരു സന്ദേശം ഇയ്യോബിന്റെ പുസ്തകം വാസ്തവത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് എന്ന കാര്യം അറിയാം. ഇയ്യോബിന്റെ ജീവിതത്തിൽ കഷ്ടതകൾ വന്ന സമയത്ത് ഇയ്യോബിന് അറിയില്ലായിരുന്നു എന്തുകൊണ്ട് ഈ കഷ്ടതകൾ വന്നു. അത്രയും അറിവുള്ള ഒരു വ്യക്തിയാണ്, അത്രയും അനുഭവങ്ങളുള്ള ആളാണ്. വെറുതെ ഒരു സാധാരണ ഒരു മനുഷ്യനല്ല ഇയ്യോബ്, വലിയൊരു ദൈവമനുഷ്യനാണ്. പക്ഷെ അദ്ദേഹത്തിന് അറിയില്ല. അപ്പൊ അങ്ങനെയുള്ള ഒത്തിരി മനുഷ്യരുടെ അറിവില്ലായ്മകളുണ്ട്. നമുക്കറിയില്ല എന്നുള്ളത് കൊണ്ട് നമുക്കറിയില്ലാത്തതെല്ലാം തെറ്റാന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അങ്ങനെ പറയാനായിട്ട് നമുക്ക് സാധിക്കില്ല. നമ്മുടെ ഉള്ള അറിവ് കൊണ്ട് ലോകത്തെ മുഴുവൻ വിശകലനം ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിക്കുമെന്ന് വിചാരിക്കേണ്ട ആവശ്യമുണ്ടോ? അങ്ങനെ ആവശ്യമില്ല. ദൈവത്തിന്റെ പ്രവൃത്തികളെ മുഴുവൻ നമുക്ക് അങ്ങനെ വളരെ ക്ലിയർ ആയിട്ട് വിശകലനം ചെയ്ത് വളരെ സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടോ? എങ്ങനെ സാധിക്കും? ഇത്ര വലിയവനായിരിക്കുന്ന ഒരു ദൈവം, ഇത്ര മഹത്വപൂർണനായിരിക്കുന്ന ദൈവം സൃഷ്ടിച്ച ഓരോ വസ്തുക്കളും വെളിപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. ഗോഡ് ഈസ് സച്ച് എ ഗ്രേറ്റ് പേഴ്സൺ. നമുക്ക് വെറുതെ സിംപിളി പോയി അളന്നു നോക്കാവുന്ന ഒരു വ്യക്തിത്വം ഒന്നുമല്ല ദൈവം. അത്രയും വലിയവനായിരിക്കുന്ന ഒരു ദൈവം ആകും. അപ്പൊ ആ ദൈവം ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളെയും നമുക്ക് എളുപ്പത്തിൽ വിശദീകരിക്കാനും അതിന്റെ കാര്യകാരണങ്ങൾ കണ്ടെത്തിയ ആളുകളുടെ സമക്ഷം പറയാനും പറ്റുമെന്ന് വിചാരിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ വിചാരിക്കുന്നത് കൊണ്ട് വലിയ കാര്യം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആറാമതായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത് യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 18-ാമത്തെ അധ്യായം 25 മുതൽ 30 വരെയുള്ള വാക്യങ്ങളില് ഇസ്രയേൽ എന്ന് പറഞ്ഞ രാജ്യം ദൈവത്തിനെതിരെ ഒത്തിരി ചാർജസ് ഒക്കെ കൊണ്ടുവരുന്നുണ്ട്. ദൈവം ശരിയല്ല, ദൈവം നീതിയുള്ളവനല്ല, ദൈവം ഫെയർ അല്ല എന്നൊക്കെയാണ് ഇവർ പറയാനായിട്ട് ശ്രമിക്കുന്നത്. അതെല്ലാം കൂടെ കേട്ടിട്ട് ദൈവം ഇനി എന്താ പറയണ്ടേ, ഇവരോട് എന്താ ഒരു ആൻസർ പറയണ്ടേ എന്നുള്ളൊരു ഭയമൊന്നും ദൈവത്തിനുണ്ടായൊന്നുമില്ല. ഞാൻ ആ വേദഭാഗം ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 18-ാമത്തെ അധ്യായം 25 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. അവിടെ വായിക്കുന്നത്, എന്നാൽ നിങ്ങൾ കർത്താവിന്റെ വഴി ചൊവ്വുള്ളതല്ല എന്ന് പറയും. ഇസ്രായേൽ ഗൃഹമേ കേൾപ്പിൻ, എന്റെ വഴി ചൊവ്വുള്ളതല്ലയോ? നിങ്ങളുടെ വഴികൾ ചൊവ്വില്ലാത്തവയല്ലയോ? നീതിമാൻ തന്റെ നീതി വിട്ടുതിരിഞ്ഞ് നീതികേട് പ്രവർത്തിക്കുന്നുവെങ്കിൽ അവൻ അത് നിമിത്തം മരിക്കും. അവൻ ചെയ്ത നീതികേട് നിമിത്തം തന്നെ അവൻ മരിക്കും. ദുഷ്ടൻ താൻ ചെയ്ത ദുഷ്ടത വിട്ടുതിരിഞ്ഞ് നീതിയും ന്യായവും പ്രവർത്തിക്കുന്നുവെങ്കിൽ അവൻ തന്നെത്താൻ ജീവനോടെ രക്ഷിക്കും. അവൻ ഓർത്ത് താൻ ചെയ്ത അതിക്രമങ്ങളൊക്കെയും വിട്ടുതിരിയുന്നത് കൊണ്ട് അവൻ മരിക്കാതെ ജീവിച്ചിരിക്കും. എന്നാൽ ഇസ്രായേൽ ഗൃഹം കർത്താവിന്റെ വഴി ചൊവ്വുള്ളതല്ല എന്ന് പറയുന്നു. ഇസ്രായേൽ ഗൃഹമേ, എന്റെ വഴികൾ ചൊവ്വുള്ളവയല്ലയോ? നിങ്ങളുടെ വഴികൾ ചൊവ്വില്ലാത്തവയല്ലയോ? അതുകൊണ്ട് ഇസ്രായേൽ ഗൃഹമേ, ഞാൻ നിങ്ങളിൽ ഓരോരുത്തരും അവനവന്റെ വഴിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുകയും എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. അകൃത്യം നിങ്ങൾക്ക് നാശകരമായി ഭവിക്കാതെ ഇരിക്കേണ്ടതിന് നിങ്ങൾ മനം തിരിഞ്ഞ് നിങ്ങളുടെ അതിക്രമങ്ങളൊക്കെയും വിട്ട് തിരുവിൻ. എന്താ അവര് പറയുന്നത്? ദൈവം നീതിയുള്ളവനല്ലെന്നാ പറയുന്നത്. ദൈവം നീതിയുള്ളവനല്ല. ആണെങ്കിൽ ഞങ്ങൾ ഈ ബാബേൽ നാട്ടിൽ കൊണ്ട് ഇങ്ങനെ ഇടേണ്ട ആവശ്യമുണ്ടോ? ഞങ്ങൾ ഇതുപോലെ കഷ്ടപ്പെടുത്തേണ്ട ആവശ്യമുണ്ടോ? ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യമുണ്ടോ? ഗോഡ് ഈസ് നോട്ട് ജസ്റ്റ് എന്നാ പറയുന്നത്. അവന്റെ വഴികൾ നീതിയുള്ളതല്ല എന്നൊക്കെ പറയുന്ന സമയത്ത് അത് കേട്ടിട്ട് കർത്താവ്, എൻ്റെ അമ്മോ, എന്ത് ചെയ്യാനായിട്ട് പറ്റി? ഈ മനുഷ്യർ ഇങ്ങനെ തുടങ്ങിയാൽ എന്താ ചെയ്യുന്നേ? ഐ എം സോറി, ഞാൻ എന്തെങ്കിലും ഒന്ന് ചെയ്ത് നിങ്ങൾക്കൊരു വിടുതൽ അയച്ചു തരാം എന്നല്ല കർത്താവ് പറയുന്നത്. എന്റെ വഴികൾ ചൊവ്വില്ലാത്തവയല്ല എന്നല്ല ശരിക്കും എന്നല്ല പറയുന്നത്. നിങ്ങളുടെ വഴികൾക്കാണ് പ്രശ്നം, എന്റെ വഴികൾക്കല്ല പ്രശ്നം. നീതിമാനാണെന്ന് വിചാരിച്ച് ജീവിച്ചിട്ട് ഒരു ദിവസം നീതി വിട്ടേച്ച് തിന്മ ചെയ്താൽ അനീതി നിമിത്തം അവൻ മരിക്കും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. മാനസാന്തരപ്പെടേണ്ടത് സ്വർഗത്തിലെ ദൈവമല്ല, ഇസ്രായേലിന്റെ ദൈവമല്ല. മാനസാന്തരപ്പെടേണ്ടത് ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രമാണ്. നിങ്ങൾ മാനസാന്തരപ്പെട്ടാൽ നല്ലതാണ് എന്ന് കർത്താവ് അവരോട് വളരെ ശക്തമായി സംസാരിക്കുന്ന വേദഭാഗമാണ് നമുക്ക് വായിക്കാനായിട്ട് പറ്റിയത്. പ്രിയമുള്ളവർ, അവിടെ കർത്താവ് എന്താ ചെയ്യുന്നത്? കർത്താവ് ചെയ്യുന്നത് തന്നെ ഡിഫെൻഡ് ചെയ്യുന്നൊന്നുമില്ല. ഞാൻ നീതിയുള്ളവനാണ്, സത്യമുള്ളവനാണ്, നിങ്ങൾ എന്തിയാ അത് മനസ്സിലാക്കാത്ത എന്നൊന്നും പറഞ്ഞ് തന്നെ ജസ്റ്റിഫൈ ചെയ്യാനായിട്ടും ഡിഫെൻഡ് ചെയ്യാനൊന്നും കർത്താവ് ഒന്നും ചെയ്യുന്നില്ല. മറിച്ച് കർത്താവ് ഇസ്രായേലിനെ അവരുടെ ഇൻജസ്റ്റിസ് നിമിത്തം അവരെ കണ്ടം ചെയ്യുകയാണ്. നിങ്ങൾ തെറ്റിയിരിക്കുന്ന ഒരു രാഷ്ട്രമാണ്, യു നീഡ് ടു ചേഞ്ച് യുവർ വേസ് എന്ന് പറയുന്ന ശക്തമായൊരു സന്ദേശം പറയുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. മത്തായിയുടെ സുവിശേഷം
20-ാം അധ്യായത്തിന്റെ 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങളില് എന്താണ് ജോലിക്കാരായിരിക്കുന്ന ആളുകൾ പറയുന്നത് ഈ യജമാനൻ ശരിയല്ലെന്നാ പറയുന്നത്. ഇയാൾ ഒട്ടും ശരിയല്ല, ഒട്ടും ശരിയല്ല, വളരെ മോശമായി പോയി എന്നാണ് പറയുന്നത്. അങ്ങനെ കൂലി കൊടുക്കുന്ന സമയത്ത് എല്ലാവർക്കും ഓരോരോ വെള്ളിക്കാശ് കൊടുത്തു. അവസാനം വന്നവർക്ക് ഒരു വെള്ളിക്കാശ് കൊടുത്തു. ഇത് അൺഫെയർ ആണ്, ഇത് ശരിയല്ല എന്ന് പറയുന്ന സമയത്ത് യജമാനനായിരിക്കുന്ന വ്യക്തി ചൂളിപ്പോകും എന്നവർ വിചാരിച്ചു. അങ്ങനെയായി പോയല്ലോ, തെറ്റായി പോയല്ലോ എന്ന് പറഞ്ഞ് അവർ ക്ഷമ പറഞ്ഞിട്ട് അവർക്ക് കൂടുതൽ കൊടുക്കുമെന്ന് വിചാരിച്ചു. പക്ഷെ അവിടെ കർത്താവ് പറയുന്ന അങ്ങനെയല്ല. കർത്താവ് 2 കാര്യങ്ങൾ അസേർട്ട് ചെയ്ത് പറയുന്നുണ്ട്. ഒന്ന് തന്റെ സോവറിറ്റി. അദ്ദേഹം പറയുന്നത്, എനിക്കുള്ളതിനെ കൊണ്ട് മനസ്സുപോലെ ചെയ്യുവാൻ എനിക്ക് ന്യായമില്ലയോ? ഈ അവിശ്വാസികളായിരിക്കുന്ന മനുഷ്യർക്ക് പറ്റുന്ന ഏറ്റവും വലിയ കുഴപ്പം, അവർ കുട്ടി ദൈവങ്ങളെയും കൊച്ചു ദൈവങ്ങളെയും ലോക്കൽ ഗോഡ്സിനെയും ഒക്കെ പരിചയപ്പെട്ടിട്ട് അവരുടെ താളത്തിനൊത്ത് തുള്ളുന്ന ഒരു ദൈവവുമായിട്ട് പരിചയം വെച്ചിട്ട് ആകാശവും ഭൂമിയും സൃഷ്ടിച്ച് സകലവും തന്റെ ആലോചന പോലെ പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തിന്റെ അടുക്കിലേക്ക് ചെല്ലുമ്പം കാര്യങ്ങൾ മാറി മറിയുകയാണ്. ദൈവം കാര്യങ്ങൾ ചെയ്യുന്നത് തന്നോട് തന്നെ ആലോചന ചോദിച്ചിട്ടാണ്. ഒത്തിരി വിശ്വാസികൾക്കും സംഭവിക്കുന്ന ഒരു വലിയ പ്രശ്നം എന്ന് പറയുന്നത് ദൈവത്തിന്റെ പല പ്രവൃത്തികളെയും അവർക്ക് വേണ്ടും പോലെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല, മനസ്സിലാക്കാൻ പറ്റുന്നില്ല, അംഗീകരിക്കാൻ പറ്റുന്നില്ല. പലരും പിന്മാറ്റത്തിൽ പോകുന്നു, പലരും ഡിപ്രഷനിലായി പോകുന്നു, പലരും മത്സരിക്കുന്നു. എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ ദൈവം സർവാധികാരിയാണ് എന്ന ഫാക്ട് അംഗീകരിക്കാതെ ഈ ഭൂമുഖത്ത് ഒരു വിശ്വാസിക്കും നല്ല വിശ്വാസ ജീവിതം നയിക്കാനായിട്ട് പറ്റില്ല. ഒരു നല്ല സ്പിരിച്വൽ ലൈഫ് ഒരു വിശ്വാസിക്ക് നയിക്കാൻ പറ്റില്ല. കാരണം ദൈവത്തിന്റെ സോവറിനിറ്റിയെ ഒരു മനുഷ്യൻ അംഗീകരിക്കേണ്ട പോയിന്റ് 1000 പോയിന്റ് തന്റെ ജീവിതത്തിൽ വരും. അങ്ങനെയുള്ള എവറി പോയിന്റ് താൻ ദൈവത്തിന്റെ അധികാരത്തിന് മുൻപാകെ കീഴ്പ്പെട്ട് നിന്ന് ജീവിക്കാനായിട്ട് പഠിച്ചെടുക്കേണ്ടത് വളരെ ആവശ്യമാണ്. അത് ഇവിടെ പറ്റുന്ന ഈ തൊഴിൽ ചെയ്യുന്ന മനുഷ്യർക്ക് പറ്റിപ്പോയ കാര്യം എന്താന്ന് ചോദിച്ചാൽ, മാസ്റ്ററിന്റെ യജമാനന്റെ സോവറിനിറ്റി അവർക്ക് മനസ്സിലായില്ല. അപ്പൊ അദ്ദേഹം പറയുന്നത്, എനിക്ക് അങ്ങനെ കൊടുക്കണമെന്ന് തോന്നി, അതിന് നിങ്ങൾക്ക് എന്നാന്നേ ചോദിക്കുന്നത്, നിങ്ങൾക്ക് എന്താ അതിന്റെ കുഴപ്പം? വെള്ളക്കാരന് വെളുത്ത തൊക്ക് കൊടുത്തു, ഏഷ്യക്കാർക്ക് കറുപ്പും അല്ല വെളുപ്പും അല്ലാത്തത് കൊടുത്തു, ആഫ്രിക്കൻസിന് കറുപ്പുള്ള സ്കിന്ന് കൊടുത്തു. അതിന് നിങ്ങൾക്ക് എന്താ, അത് എനിക്ക് അങ്ങനെ ചെയ്യാനായിട്ട് ഇഷ്ടം തോന്നുന്നു, അതുകൊണ്ട് നിങ്ങൾക്കുള്ള പ്രശ്നം എന്താണ്? ഇസ്രയേലിനെ ദൈവത്തിന് തെരഞ്ഞെടുത്ത രാഷ്ട്രമായിട്ട് കാണാൻ പ്രസാദം തോന്നി, അതിന് നിങ്ങൾക്ക് എന്താ കുഴപ്പം? നമ്മൾ പറയുന്ന അത് ഞങ്ങൾ സമ്മതിക്കില്ല. സമ്മതിക്കില്ലെന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചം ആരുടെയാണ്? നമ്മുടെ വല്ലവരുടെയാണോ? ഇതൊരു മണിക്കൂർ മാനേജ് ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റുമോ? ഒന്നുമില്ല. ഇതൊന്നും നടപ്പുള്ള ഒരു കാര്യം അല്ല. ദൈവത്തിന്റെ ഡിക്രീസ്, ദൈവത്തിന്റെ തീരുമാനങ്ങൾ, അധികാരങ്ങൾ, അതിന് സമ്പൂർണമായിട്ട് കീഴ്പ്പെടുക. മാത്രമല്ല കർത്താവ് പറയുന്നത്, യജമാനൻ പറയുന്ന ഒരു കാര്യം, 1 എന്റെ സോവറിനിറ്റി, 2 എന്റെ ജനറോസിറ്റി, എനിക്ക് ഇഷ്ടം പോലെ ഞാൻ കൊടുത്തു. 1 ഒരു വെള്ളിക്കാശ് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നു, പക്ഷെ ഞാൻ 100 വെള്ളിക്കാശ് അങ്ങ് കൊടുത്തു. അതിന് നിങ്ങൾക്ക് എന്റെ കയ്യിലുണ്ട് കൊടുക്കാൻ. അതെന്റെ നന്മയാണ്, എന്റെ ഔദാര്യമാണ്. അതിന് നിങ്ങൾക്ക് എന്താ കുഴപ്പമുള്ളത്? നിങ്ങൾ ചോദിച്ചത് ഞാൻ നിങ്ങൾക്ക് തന്നല്ലോ, പിന്നെ എന്താ പ്രശ്നം? നിങ്ങളുടെ പ്രോബ്ലം എന്താണ്? അപ്പം പ്രിയമുള്ളവരെ, ഇത് ഈ ദൈവത്തെ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ബൈബിളിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്ന് വായിച്ചു തുടങ്ങിയാൽ പോരാ. മനോരമ പത്രം വായിക്കുന്നിടത്ത് ദൈവത്തിന്റെ റൈറ്റ്യസ്നെസ്സും ഗുഡ്നെസ്സും നമ്മൾ വിശകലനം ചെയ്യാനായിട്ട് പുറപ്പെട്ടു പോയാൽ തെറ്റിപ്പോവും. ദൈവത്തിന്റെ വചനത്തിന്റെ ആദ്യോടന്തം, ഉൽപ്പത്തി തൊട്ട് വെളിപ്പാട് വരെയുള്ള പുസ്തകങ്ങൾ വായിക്കുകയും ദൈവത്തിന്റെ പ്രവൃത്തികളെയും ദൈവത്തിന്റെ പരിപാടികളെ കുറിച്ച് നമ്മൾ അറിയുകയും പരിചയപ്പെടുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇതൊക്കെ ചെയ്യാനായിട്ട് അധികാരമുള്ള, അതിന് ശക്തിയുള്ള ദൈവം ആണ് ഈ ദൈവം. അവൻ സോവറിനാണ്, സർവാധികാരിയായിരിക്കുന്ന ദൈവമാണ്. തന്റെ ഹിതം പോലെ അവൻ ചെയ്യുന്നു. അതിനുള്ള അധികാരം ദൈവത്തിനുണ്ട്. അത് നമ്മൾ സമ്മതിച്ചു കൊടുക്കാതെ ഒന്നും നമുക്ക് ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല. 1 ഇഞ്ച് മുന്നോട്ട് പ്രോഗ്രസ് ചെയ്യാൻ പറ്റില്ല. റോമാലേഖനം അവസാനമായിട്ട് 8-ാം അധ്യായം 8-ാമത്തെ പോയിന്റ് ആയിട്ട് റോമാലേഖനം 9-ാം അധ്യായത്തിന്റെ 15 തൊട്ട് 20 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, തനിക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാൻ ദൈവത്തിന് അധികാരം ഇല്ലയോ എന്ന് ചോദിക്കുന്നത്. 9-20 പൗലോസ് പറയുന്നത്, അയ്യോ മനുഷ്യ, ദൈവത്തോട് പ്രത്യുത്തരം പറയുന്ന നീ ആർ?
മനഞ്ഞിരിക്കുന്നത് മനഞ്ഞവനോട് നീ ഇങ്ങനെ ചമച്ചത് എന്ത് എന്ന് ചോദിക്കും എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ഡിസ്റെസ്പെക്ട്ഫുൾ ആൻസേഴ്സ് ആണ്. അങ്ങനെ പറയരുതെന്നാ പറയുന്നത്. കർത്താവിന്റെ പ്രവൃത്തികളെ ചോദ്യം ചെയ്യാനായിട്ട് പാടില്ല. കർത്താവിന്റെ പ്രവൃത്തികളെ കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കാം. ചോദ്യം ചെയ്യുന്നത് അത് വേറൊരു മൈൻഡ് സെറ്റാണ്. ക്വസ്റ്റ്യനിങ്ങും ആസ്കിങ് ക്വസ്റ്റ്യൻസും രണ്ടും രണ്ടാണ്. ചോദ്യങ്ങൾ ചോദിക്കാതെ മനസ്സിലാക്കാനും അറിയാനും വേണ്ടി അതിന് ദൈവം ആൻസർ പറയും. വൈ യു ഡിഡ് സോ എന്നുള്ള ചോദ്യം എന്ന് പറയുന്നത് ദൈവത്തിന്റെ അധികാരത്തിനെതിരെയുള്ള ഒരു ചോദ്യമാണ്. അതിന് കർത്താവ് ആൻസർ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മളോട് ഉത്തരം പറയാനുള്ള ബാധ്യതയൊന്നും ദൈവത്തിന് ആ നിലയിൽ ഇല്ല. ദൈവത്തിന്റെ വചനത്തിലേക്ക് നോക്കിയാൽ നമുക്കത് മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കും. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ദൈവത്തെക്കുറിച്ചുള്ള ഈ സത്യങ്ങൾ അറിയുന്നത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ തിയോഡിസി, നമ്മുടെ ഏറ്റവും വലിയ ആർഗ്യുമെന്റ്സ് എന്ന് പറയുന്നത് അതാണ്. ദൈവമാണ്, അവൻ നിസ്തുല്യനായിരിക്കുന്ന ദൈവമാണ്, അവൻ നല്ലവനാണ്, നീതിയുള്ളവനാണ്, അവൻ സർവാധികാരിയാണ്. തന്റെ ഇഷ്ടം പോലെ പ്രവർത്തിക്കാനുള്ള അധികാരവും ശക്തിയും ഈ ദൈവത്തെ സംബന്ധിച്ചുണ്ട് എന്ന കാര്യം നമുക്ക് മറക്കാനായിട്ട് ഒരിക്കലും പറ്റില്ല. അതുപോലെ തന്നെ വേദപുസ്തകത്തിൽ പറയുന്ന മറ്റൊരു കാര്യമാണ്, ലോകത്തിലെ തിന്മയുടെ സാന്നിധ്യമുണ്ട്. അപ്പൊ അതിനെ നമ്മൾ എന്താ ചെയ്യുന്നത്? അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അതിനെ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം ദൈവം ചെയ്തിട്ടുണ്ട്. കാൽവരിയിലെ ക്രൂശിൽ തിന്മയെ കർത്താവ് പരാജയപ്പെടുത്തി. ആ വിജയം യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ അനുഭവമാക്കി തീർക്കുക. അതാണ് ഏതൊരു മനുഷ്യനെ സംബന്ധിച്ച് ആവശ്യമായിരിക്കുന്ന ഒരു കാര്യം. ഞാൻ ചില ആശയങ്ങളും കൂടെ ഒന്ന് വേഗത്തിൽ പറയാം. ഒന്നാമതായിട്ട് പറയുന്നത്, ദൈവം ലോകത്തിലെ കഷ്ടതകൾ മാത്രമല്ല അനുവദിക്കുന്നത്, അതിന്റെ അവസാനം ദൈവം തന്റെ കൃപയും പകർന്ന് ജനത്തെ ആശ്വസിപ്പിക്കുന്നവനാണ്. കഷ്ടങ്ങൾ മാത്രം അനുവദിക്കുന്നില്ല, പെയിൻ മാത്രം അനുവദിക്കുന്നില്ല. അറ്റ് ദ എൻഡ് വി ക്യാൻ വിറ്റ്നസ് ദ ആക്ട്സ് ഓഫ് ഡിവൈൻ ഗ്രേസ്. ദൈവത്തിന്റെ കൃപയുടെ പ്രവൃത്തികൾക്ക് നമുക്ക് സാക്ഷികളാകാനായിട്ട് പറ്റും. അങ്ങനെ വേദപുസ്തകം വായിക്കുമ്പോൾ നൂറുകണക്കിനായിരിക്കുന്ന അവസരങ്ങൾ നമുക്ക് കാണാനായിട്ട് പറ്റും. കഷ്ടങ്ങൾ ദൈവം അനുവദിക്കുന്നുണ്ട്, കഷ്ടതകളെ ദൈവം പെർമിറ്റ് ചെയ്യുന്നുണ്ട്. അതിന് പല കാരണങ്ങളുണ്ട്. പക്ഷെ അതിന്റെ ഒടുവിൽ പലപ്പോഴും കഷ്ടതയിൽ തന്നെ അത് പര്യവസാനിക്കുകയല്ല, കൃപയുടെ ആഘോഷം, വിടുതല് നമുക്ക് കാണാനായിട്ട് പറ്റും. ന്യായാധിപന്മാരുടെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യത്തിൽ, യഹോവ അവർക്ക് ന്യായാധിപന്മാരെ എഴുന്നേൽപ്പിക്കുമ്പോൾ യഹോവ അതത് ന്യായാധിപനോട് കൂടെ ഇരുന്ന് അവന്റെ കാലത്തൊക്കെയും അവരെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷിക്കും. തങ്ങളെ ഉപദ്രവിച്ച് പീഡിപ്പിക്കുന്നവരുടെ നിമിത്തം അവരുടെ നിമിത്തമുള്ള അവരുടെ നിലവിളിയെങ്കിൽ യഹോവയ്ക്ക് മനസ്സലിവ് തോന്നും. കണ്ടോ? ഗോഡ് ഈസ് നോട്ട് എ മെഷീൻ. ദൈവം ഒരു മെഷീൻ ഒന്നുമല്ല, റോബോട്ടും അല്ല, ഹിന്ദുക്കൾ പറയുന്ന പോലെ നിർഗുണ പരബ്രഹ്മവും അല്ല. പിന്നെ എന്താണ്? ദൈവത്തിന് വികാരങ്ങളുണ്ട്, മനസ്സലിവുണ്ട്, കരുണയുണ്ട്. മനുഷ്യന്റെ അവസ്ഥയിൽ മനസ്സലിവ് തോന്നുന്ന, സങ്കടപ്പെടുന്ന ഒരു ദൈവത്തെ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പൊ ഇസ്രായേൽ മക്കൾ പാപം ചെയ്തു, തെറ്റിപ്പോയി, കർത്താവ് ഞങ്ങൾക്ക് തെറ്റി, ഞങ്ങൾ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുകയാണ് എന്ന് ദൈവത്തോട് പറയുന്ന സമയത്ത് ദൈവം അങ്ങനെ കയ്യും കെട്ടി നീയൊക്കെ കഷ്ടപ്പെടുക എന്ന് പറഞ്ഞിരിക്കുകയല്ല ചെയ്യുന്നത്. പിന്നെ എന്താ ചെയ്യുന്നത്? ഇവിടെ പറയുന്നത് പീഡിപ്പിക്കുന്നവരുടെ നിമിത്തം ഉള്ള അവരുടെ നിലവിളിയെങ്കിൽ യഹോവയ്ക്ക് മനസ്സലിവ് തോന്നും. അപ്പൊ അത് പലപ്പോഴും ആളുകൾ പറയാറില്ല. കഷ്ടങ്ങളാണ്, ബുദ്ധിമുട്ടാണ്, പ്രയാസമാണ് എന്ന് മാത്രമേ പറയുള്ളൂ. അപ്പൊ നമ്മുടെ ദൃഷ്ടിയിൽ ശരിയാണല്ലോ, കഷ്ടതകളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മാത്രമേ ഉള്ളല്ലോ. പ്രിയമുള്ളവരെ, അത് മാത്രമല്ല, അതിന്റെ അവസാനം എന്ന് പറയുന്നത് കൃപയുടെയും വിടുതലിന്റെയും ഒരു വലിയ ആഘോഷം പലപ്പോഴും കാണാനായിട്ട് പറ്റും. മിസ്രൈമിൽ അനേക വർഷങ്ങള് ദുരിതം അനുഭവിച്ച ഇസ്രായേൽ മക്കള് ദുരിതത്തിൽ തന്നെ അവസാനിക്കുകയല്ല ചെയ്തത്, മറിച്ച് അവർക്കൊരു റിഡംഷൻ കർത്താവ് കൊടുത്തു. അവർക്ക് ഒരു പുറപ്പാട് കർത്താവ് കൊടുത്തു. അവരുടെ നഷ്ടപ്പെട്ട സമ്പത്തൊക്കെയും അവർക്ക് തിരിച്ചു കിട്ടി. ഒരു വീണ്ടെടുക്കപ്പെട്ട നേഷനായിട്ട് ദൈവം അവരെ തല ഉയർത്തി നിൽക്കാനായിട്ട് ഇടയാക്കി തീർത്തു. ജയോത്സവമായിട്ട് നടത്തി, ചെങ്കടലൊക്കെ വിഭാഗിച്ച് നടത്തി എന്നൊക്കെ പറഞ്ഞ ചരിത്രത്തിൽ ലോകത്തിൽ ആരെങ്കിലും അങ്ങനെ നടത്തിയിട്ടുണ്ടോ? അങ്ങനെ നടത്തിയിട്ടില്ല. അത്ര ജയോത്സവമായിട്ട് അവരെ നടത്തി.
ഞാൻ വായിച്ച ഒരു പുസ്തകത്തിൽ ഒരു ദേവദാസൻ പറഞ്ഞ പ്രസ്താവന, ഇങ്ങനെയുള്ള കഷ്ടങ്ങളുടെ ഒടുവിൽ പലപ്പോഴും ദൈവം തന്റെ കൃപ അയച്ച് ദൈവത്തെ സ്തുതിക്കാനും ദൈവത്തിന് നന്ദി പറയുവാനും ഒക്കെ നമ്മളെ മൂവ് ചെയ്യുന്ന ഒരു ദൈവത്തെയാണ് നമുക്ക് വേദപുസ്തകത്തിൽ കാണാം. അതുകൊണ്ട് ജീവിതത്തിൽ മുഴുവൻ കഷ്ടങ്ങളാണ്, കഷ്ടങ്ങളല്ലാതെ വേറെ ഒന്നും ഈ ലോകത്തിൽ ഇല്ല എന്ന് നാം ചിന്തിക്കാനായിട്ട് പാടില്ല. അവിശ്വാസികളുടെ ലോകത്തും അങ്ങനെയില്ല കേട്ടോ. ഇപ്പൊ ഞാനൊക്കെ നോക്കാറുണ്ട്, ഒരു കാലത്ത് ഒത്തിരി പ്രയാസപ്പെട്ടും ഭാരപ്പെട്ടും ബുദ്ധിമുട്ടിയും വളരെ ദാരിദ്ര്യമൊക്കെ അനുഭവിച്ചിരുന്ന ഒത്തിരി വീട്ടുകാര് ഈ സമൂഹത്തിൽ നോക്കിയാല് ഇന്നിപ്പോ അവര് ഒക്കെ ഒത്തിരി നന്മ അനുഭവിക്കുകയും അവരുടെ മക്കളൊക്കെ പല ഉന്നതമായ നിലയിലെത്തുകയും പല രാജ്യങ്ങളിൽ പോവുകയും ഉന്നത വിദ്യാഭ്യാസവും സ്ഥാനവും വീടും സൗകര്യങ്ങളും ഒക്കെ ആയിട്ട് വളരെ സന്തോഷത്തോടെ കഴിയുന്നുണ്ട്. ആത്മീയമായ സന്തോഷമാണെന്ന് ചോദിച്ചാൽ ദൈവത്തോട് ബന്ധമൊന്നുമില്ലല്ലോ. അപ്പൊ അവരുടെ ആരംഭകാലം അല്ലെങ്കിൽ അവരുടെ ചില പിതാക്കന്മാരുടെ കാലത്ത് ഒത്തിരി ബുദ്ധിമുട്ട് അനുഭവിച്ചു, ബുദ്ധിമുട്ടുണ്ടായി എന്നുള്ളത് ശരിയാണ്. അന്ന് എല്ലാവർക്കും പൊതുവിൽ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ അതിന്റെ മറ്റൊരു സമയത്തേക്ക് വന്നപ്പം അവർക്ക് ആഘോഷവും പുരോഗതിയും ഒക്കെ ദൈവം കൊടുക്കുകയാണ്. അപ്പൊ തിന്മ പ്രയാസങ്ങൾ ഉണ്ട് എന്നുള്ളത് ശരിയാണ്. അതെല്ലാ മനുഷ്യരെ സംബന്ധിച്ചുണ്ട്. തിന്മയുടെയും പാപത്തിന്റെയും വീഴ്ചയുടെയും ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അനുഭവിച്ചത് കർത്താവായ യേശു ക്രിസ്തുവാണ്. അത്രയും ലോകത്തിൽ ആരും അനുഭവിച്ചിട്ടില്ല. അപ്പൊ ദൈവം ക്രൂരനാണോ എന്ന് ചോദിച്ചാൽ ദൈവം മാറിയിരുന്ന വെച്ചാൽ നിങ്ങളൊക്കെ അനുഭവിച്ചോ മക്കളെ എന്ന് പറഞ്ഞായിരുന്നെങ്കിൽ ചിലപ്പോൾ അത് പറയാനുള്ള ഒരു ന്യായം കിട്ടിയാൽ, അങ്ങനെയും പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അങ്ങനെയല്ല ചെയ്തത്. പാപത്തിന്റെ ശമ്പളം മരണം അത്രേ എന്ന് കൽപ്പിച്ചവനായിരിക്കുന്ന കർത്താവ് തന്നെ ആ മരണം ഏറ്റെടുത്തു. അതെങ്ങനെയാ നമുക്ക് നിഷേധിക്കാനായിട്ട് പറ്റുന്നേ? രണ്ടാമത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന, അവിശ്വാസികളായിരിക്കുന്ന ചിന്തകന്മാരും ആളുകളും ലോകത്തിലെ തിന്മയെ വിശദീകരിക്കാനും വ്യാഖ്യാനിക്കാനും ഒക്കെ ശ്രമിക്കുമ്പോൾ അവർക്ക് പറ്റുന്ന ഒരു കുഴപ്പമെന്ന് പറയുന്നത്, ഈ മനുഷ്യന്റെ വീഴ്ച എന്ന് പറയുന്ന ഹിസ്റ്റോറിക് സംഭവത്തെ അവർക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നില്ല. മനുഷ്യരെ വീണുപോയി, മനുഷ്യരെ ആ ഒറിജിനൽ റൈറ്റ്യസ്നെസ് നിന്ന് ദൈവം വെച്ചതായിരിക്കുന്ന നീതിയുടെ നിലവാരത്തിൽ നിന്ന് മനുഷ്യൻ താഴേക്ക് വീണു. അതൊരു വലിയ വീഴ്ചയായിപ്പോയി. ടോട്ടലി ഡിപ്രൈവ്ഡ് ആയിപ്പോയി. അവർ ശരിക്കും ഫങ്ഷൻ ചെയ്യുന്നില്ല. കാര്യങ്ങൾ ശരിക്കും മനസ്സിലാക്കാനുള്ള അവരുടെ കഴിവ് നഷ്ടപ്പെട്ടിരിക്കുന്നു. ശരിയായിട്ട് പെർസീവ് ചെയ്യാൻ പറ്റുന്നില്ല. മാത്രമല്ല അതിന്റെ പരിണത ഫലങ്ങള്, പാപത്തിന്റെ പരിണത ഫലങ്ങൾ എന്ന് പറയുന്നത് വളരെ ഭീകരമാണ്. വിശ്വാസികൾക്ക് പോലും പാപത്തിന്റെ ഭീകരതയെ കുറിച്ച് വേണ്ടത്ര അറിവുണ്ടെന്ന് പറയാനായിട്ട് പറ്റില്ല. പാപം എന്നൊക്കെ നമ്മൾ പറയാറുണ്ടെങ്കിലും ഈ പാപം എന്ന് പറയുന്നത് എന്തൊരു ഭയങ്കരമായിരിക്കുന്ന കാര്യമാണ്. മരണമെന്ന് പറഞ്ഞാൽ എത്ര ഭീകരമാണ് എൻ്റെ പ്രിയമുള്ളവരെ, ചിന്തിച്ചു നോക്കിയേ. ചുമ്മാ നടന്ന ഒരു മനുഷ്യൻ കുഴഞ്ഞു വീണ് നിശ്ചേഷ്ടനായിട്ട് കിടക്കുകയാണ്. ഒന്നുമില്ല. ഉറ്റോരും ഉടയോരും ഒക്കെ കിടന്ന് കരയുകയും ചങ്കത്തടിക്കുകയും ചെയ്താലൊന്നും യാതൊരു മാറ്റവും ഇല്ല, ഒന്നുമില്ല. മരണം എന്ന് പറയുന്നത് അത്ര ഭീകരമാണ്. അത് അത്ര ഭീകരമാണെങ്കിൽ അത്രയും ഭീകരമാണ് പാപം എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ പാപത്തിന്റെ ശമ്പളം മരണം എന്ന് പറയുന്നത്. നമ്മൾ മരണത്തെ പർവ്വതവൽക്കരിക്കുകയും പാപത്തെ ലഘൂകരിക്കുകയും ചെയ്യുന്നുണ്ട്. അത് ദൈവത്തിന്റെയും ബൈബിളിന്റെയും കുഴപ്പമല്ല, മനുഷ്യർക്കിടെ അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ പ്രശ്നമാണ്. അപ്പം ലോകത്തിൽ നിലവിലുള്ള ഒത്തിരി പ്രശ്നങ്ങളെ ഈ ചിന്തകരായിരിക്കുന്ന ആളുകൾ പരിശോധിച്ച് അതിനൊരു ഉത്തരം കണ്ടെത്താനായിട്ട് ശ്രമിക്കുന്ന സമയത്ത് അവർ കൺസിഡർ ചെയ്യാത്ത ഒരു വിഷയമാണ് മനുഷ്യന്റെ വീഴ്ചയും തുടർന്നുണ്ടായ പരിണത ഫലങ്ങൾ. അത് അവർക്ക് പരിഗണിക്കാനായിട്ട് പറ്റും. അത് പരിഗണിക്കാതെയുള്ള എല്ലാ ഫിലോസഫിക്കൽ തിയോളജിക്കൽ ആൻസേഴ്സും അപര്യാപ്തമായിരിക്കുന്ന ആൻസറുകളാണ്. അപ്പൊ അത് അവിശ്വാസികളായ ചിന്തകന്മാർക്ക് പറ്റുമോ? പറ്റില്ല. ഇനി വിശ്വാസികൾക്ക് പറ്റുമോ എന്ന് ചോദിച്ചാൽ വിശ്വാസികൾ ഈ വിഷയങ്ങളൊക്കെ എത്രത്തോളം ഗൗരവമായി പഠിച്ചിട്ടുണ്ട്, അതിന്റെ ഗൗരവ സ്വഭാവം എന്തോരം മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളതിന് ആനുപാതികമായിരിക്കും. മാത്രമല്ല ഇവർക്ക് ഈ കാര്യങ്ങളെ അങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നില്ലല്ലോ. അവിശ്വാസികളായിരിക്കുന്ന ചിന്തകന്മാർക്കും സയന്റിസ്റ്റുകൾക്കും ചിന്തിക്കാൻ പറ്റുന്നില്ല. എങ്ങനെ ചിന്തിക്കും? അവരെങ്ങനെ ചിന്തിച്ച് മനസ്സിലാക്കും? 1 കൊരിന്ത്യർ 2-ാം 14 പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല, അതവന് ഭോഷത്വമാകുന്നു. ആത്മീയമായി വിവേചിക്കേണ്ടതാകിയാൽ അതവന് ഗ്രഹിപ്പാൻ കഴിയുന്നതുമല്ല. എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാ പൗലോസ് പറയുന്നത്. ഈ പ്രപഞ്ചത്തെക്കുറിച്ചും പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്ന ഒത്തിരി വിഷയങ്ങളെ കുറിച്ചുള്ള ബിബ്ലിക്കൽ ടീച്ചിങ്
അൺറീജനറേറ്റ് ആയിരിക്കുന്ന, വീണ്ടും ജനിക്കാത്ത ഒരു മനുഷ്യനെ കൈക്കൊള്ളാൻ പറ്റില്ല. അതവന് ഭോഷത്വമാണ് എന്നാ പറയുന്നത്. പിന്നെ അവൻ എങ്ങനെ ഒരു സൊല്യൂഷൻ കണ്ടെത്തി പറയുന്നത്? എങ്ങനെയാണ് ഒരു സൊല്യൂഷൻ പറഞ്ഞു കൊടുത്ത് അവനെ സ്വീകരിക്കാൻ പറ്റുന്നത്? ആത്മീയമായി വിവേചിക്കുന്ന മനുഷ്യർക്ക് അത് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുള്ളൂ. രക്ഷിക്കപ്പെട്ട പരിശുദ്ധാത്മാവ് ഹൃദയത്തിൽ വസിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ച് അത് മനസ്സിലാക്കിയെടുക്കാനായിട്ട് പറ്റും. 3, വേഗത്തിൽ പറഞ്ഞ് അവസാനിപ്പിച്ചോളാം. ദൈവത്തിന്റെ സോവറിറ്റി അംഗീകരിക്കാത്ത ഒരു ചിന്തകർക്കും ഒരു മനുഷ്യർക്കും, വിശ്വാസിയോ അവിശ്വാസിയോ ആരുമാകട്ടെ, അവർക്ക് ദൈവത്തിന്റെ ഈ പ്രവൃത്തികളെ വേണ്ടും പോലെ മനസ്സിലാക്കിയെടുക്കാനായിട്ട് പറ്റില്ല. ദൈവം തിന്മയെയും തന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിട്ട് ഉപയോഗിക്കാറുണ്ട്. ലോകത്തിലുള്ള എല്ലാറ്റിനെയും, ആറ്റം മുതൽ പർവ്വതം വരെയുള്ള സകല സൃഷ്ടികളെയും, പാമ്പ് മുതൽ മനുഷ്യൻ വരെയുള്ള എല്ലാ ജീവജന്തുക്കളെയും മനുഷ്യനെയും ദൈവം എന്തിനു ഉപയോഗിക്കുന്നു എന്ന് ചോദിച്ചാൽ, ടു ഡിസ്പ്ലേ ഹിസ് ഗ്ലോറി, തന്റെ മഹത്വം വെളിപ്പെടുത്താനായിട്ട് ദൈവം പ്രയോജനപ്പെടുത്തും. അപ്പൊ അത് ശരിയാണോ എന്ന് ചോദിച്ചാൽ, അതിനേക്കാൾ ശരിയായത് എന്താ ദൈവം ചെയ്യേണ്ടത്? മനുഷ്യനെ മഹത്വപ്പെടുത്തണോ? മനുഷ്യൻ അബ്സല്യൂട്ട് ഒന്നുമല്ല, പിന്നെ എങ്ങനെ മനുഷ്യനെ മഹത്വപ്പെടുത്തുന്നേ? എങ്കിലും ദൈവം നമുക്ക് മഹത്വം തരുന്നുണ്ട്. ദൈവമല്ലേ ദി അബ്സല്യൂട്ട് ബീയിങ്. അപ്പൊ അതുകൊണ്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഫൈനലി ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടിയല്ല ദൈവത്തിന് ചെയ്യാൻ പറ്റുള്ളൂ. ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടിയേ ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. ഒരു നല്ല വീട്ടുകാരൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ആ വീടിന്റെ നന്മയ്ക്ക് വേണ്ടി, അല്ലാതെ ആ വീടിന്റെ തിന്മയ്ക്ക് വേണ്ടി ആ മനുഷ്യൻ എന്ത് ചെയ്യാൻ പറ്റും? ശരിക്കും ഒരു നല്ല ഫാമിലി മാൻ ആണെങ്കിൽ താൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളുടെയും എന്താണ് ഒരു പർപ്പസ് എന്ന് പറയുന്നത്? ദ ഗുഡ് ഓഫ് ദ ഫാമിലി, കുടുംബത്തിന്റെ നന്മ, കുടുംബത്തിന്റെ മഹത്വം, കുടുംബത്തിന്റെ അനുഗ്രഹം, അതിനുവേണ്ടിയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച ആത്യന്തികനായിരിക്കുന്ന ദൈവത്തെ സംബന്ധിച്ച് പറഞ്ഞാല്, ദൈവത്തിന്റെ മഹത്വത്തിനല്ലാതെ ദൈവത്തിന് മറ്റെന്ത് ചെയ്യാൻ പറ്റും? മുഖ്യമന്ത്രിയുടെ മഹത്വത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ പറ്റും. അതായിരിക്കും ദൈവത്തിന്റെ അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറയുന്നത്. അങ്ങനെ ആകാൻ പറ്റുമോ? ഫിലോസഫിക്കലി തിയോളജിക്കലി സാധിക്കുമോ? അങ്ങനെ സാധിക്കില്ല ഒരിക്കലും. അത് ഒരിക്കലും സാധ്യമായ ഒരു കാര്യമല്ല, തികച്ചും അസാധ്യമായിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാറ്റിനെയും ദൈവം എന്ത് ചെയ്യുന്നു? തന്റെ മഹത്വത്തിനായിട്ട് ദൈവം എടുത്ത് ഉപയോഗിക്കുകയാണ്. ജോസഫ് പറയുന്ന പോലെ, നിങ്ങളോ ദോഷം നിരൂപിച്ചു, പക്ഷെ ദൈവം അത് ഇന്നുള്ളതുപോലെ അനുഗ്രഹത്തിനായിട്ട് ആ മനുഷ്യരുടെ പാപ സ്വഭാവങ്ങളെ ദൈവം എന്ത് ചെയ്തു? ദൈവം ഉപയോഗിച്ചു. എങ്ങനെ ഉപയോഗിച്ചെന്ന് ചോദിച്ചാൽ, ദൈവത്തിന്റെ കാര്യപരിപാടിയുടെ നടത്തിപ്പിന് വേണ്ടിയിട്ടും സർവോപരി ദൈവത്തിന്റെ ഗുഡ്നെസ് അത് വെളിപ്പെടുത്താനുമായിട്ട് ദൈവം ആ 12 ഗോത്രപിതാക്കന്മാരുടെ പാപ സ്വഭാവത്തെ ദൈവം ഉപയോഗപ്പെടുത്തി എന്നുള്ളത് കൊണ്ട് അവര് ചെയ്ത പാപത്തിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് അവർ വിമുക്തരാണോ? നോ, അല്ല. നമ്മുടെ എളിയ ബുദ്ധിയില് പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ അധികാരവും മനുഷ്യന്റെ ഉത്തരവാദിത്വവും കൂടെ നമുക്ക് യോജിപ്പിച്ചെടുക്കുക അസാധ്യമാണ്. അതിന് പോകാതിരിക്കുക ഒരിക്കലും. അതിന് പോയാൽ നമ്മൾ എന്തെങ്കിലും ഒരു തെറ്റായ ഒരു ആശയം കൊണ്ട് പുറത്തു വരുള്ളൂ. റോമാലേഖനം 8:28 പറയുന്ന, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. അപ്പം നമ്മളിത് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും ദൈവം പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. നമ്മുടെ നന്മയ്ക്കായിട്ട് ദൈവം കാര്യങ്ങളെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നു. 4-മതായിട്ട് ഞാൻ പറയുന്നത്, ഈ തിന്മയുടെയും ബുദ്ധിമുട്ടിന്റെയും സമയത്ത് ശരിക്കും നമ്മൾ കർത്താവിൽ ട്രസ്റ്റ് ചെയ്യുകയും കർത്താവിനായിട്ട് കാത്തിരിക്കുകയും ചെയ്താൽ ദൈവത്തിന്റെ ഫുൾ പ്രോഗ്രാം എന്താണെന്ന് മനസ്സിലാക്കി സന്തോഷിക്കാനും ദൈവത്തെ മഹത്വപ്പെടുത്താനുമായിട്ട് പറ്റും. നമ്മൾ തുടക്കത്തിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യും? ദൈവം ശരിയല്ലെന്ന് പറയും, ദൈവം നീതിയുള്ളവനല്ല, ഇതെന്ത് പരിപാടിയാണ് എന്ന് പറയും. അപ്പൊ വേദപുസ്തകം പറയും, യു വെയിറ്റ് ഓൺ ദ ലോർഡ്, കർത്താവിനായി കാത്തിരിക്കുക. തക്ക സമയം വരുമ്പം യു വിൽ സീ ദ ഫുൾ സ്റ്റോറി. ഈ മുഴുവൻ സ്റ്റോറിയും കാണുന്ന സമയത്ത് നമ്മുടെ കാഴ്ചപ്പാട് മാറിപ്പോവും. ഇപ്പൊ ലാസറിന്റെ കല്ലറയുടെ കവാടത്തിൽ നിന്ന് വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും എന്ന് പറയുമ്പം എന്തൊരു സംഭവമാണല്ലേ. ലാസർ രോഗിയായ സമയവും മരണവും
അതിനുശേഷമുള്ള അടക്കലും കഴിഞ്ഞ ഈ 3-4 ദിവസത്തെ സംഭവങ്ങളും എല്ലാറ്റിന്റെയും ഫൈനൽ എൻഡ്, ഫുൾ സ്റ്റോറി എന്ന് പറയുന്നത് ദ ഗ്ലോറി ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിന്റെ മഹത്വം വെളിപ്പെടാനായിട്ടിടയായി. അതിനുവേണ്ടി ഓർക്കസ്ട്രേറ്റ് ചെയ്ത കാര്യങ്ങളാണ് ഇതെല്ലാം. ഇതിന്റെ ഏതെങ്കിലും ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ അപ്പിടിയാ ഇപ്പിടിയാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലജ്ജിച്ചു പോകുന്നുള്ളതേ ഉള്ളൂ. ദൈവത്തിന് ഒരു ലജ്ജയും വരില്ല. അവസാനം വന്നു കഴിയുമ്പോൾ ദ ഗ്രാൻഡ് ഫൈനാലെ, അവിടെ നമ്മൾ എന്ത് കാണുന്നു? വി സീ ദ ഗ്രേറ്റ് ഗ്ലോറി ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിന്റെ വലിയ മഹത്വം കാണാനായിട്ട് ഇടയായിത്തീരുന്നു. അപ്പൊ ഈ ഫുൾ സ്റ്റോറി മനസ്സിലാകണമെങ്കിൽ എന്ത് വേണം? വെയിറ്റ് ചെയ്യണം. ചിലപ്പോൾ വർഷങ്ങൾ കാത്തിരിക്കേണ്ടതായിട്ട് വരും, ഇല്ലേ? അപ്പൊ അതിന് നമ്മളെ സഹായിക്കുന്ന ഒരു കാര്യമാണ് ട്രസ്റ്റ്, കർത്താവിലുള്ള നമ്മുടെ വിശ്വാസം, ആശ്രയം. കാരണം കർത്താവ് നല്ലവനാണ്, ഫെയ്ത്ത്ഫുൾ ആണ്, ലവിങ് ആണ്. അതുകൊണ്ട് ദൈവത്തിന്റെ പരിപാടിക്കോ പ്രോമിസുകൾക്കോ ഒന്നും മാറ്റമൊന്നും വരത്തില്ല. ഇപ്പൊ എനിക്ക് മനസ്സിലാകുന്നില്ല എന്തൊക്കെയാണ് സംഭവിക്കുന്നത്. എനിക്കത് വളരെ വേദനാജനകമാണ്, ബുദ്ധിമുട്ടേറിയതാണ്. ഇതെങ്ങനെ ഫൈനലി നന്നായി വരും ഇതൊന്നും എനിക്കറിയില്ല. പക്ഷെ എനിക്കൊരു കാര്യം അറിയാം, ഈ ഫുൾ സർക്കിൾ പൂർത്തിയാകുമ്പോൾ, ഫുൾ സ്റ്റോറി അൺഫോൾഡ് ചെയ്ത് വരുമ്പം അവിടെ 2 കാര്യങ്ങൾ ഞാൻ കാണും. ഒന്ന്, ദ ഗ്ലോറി ഓഫ് ക്രൈസ്റ്റ്. 2, എന്റെ നന്മ. ഇത് 2ഉം കാണാനായിട്ട് ദൈവം ഇടയാക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രിയമുള്ളവരെ, ആ ഒരു പ്രത്യാശയും ധൈര്യവുമാണ് വിശ്വാസികൾക്ക് എല്ലാ കാലത്തും നിലനിൽക്കാനായിട്ട് അവരെ സഹായിക്കുന്ന മുഖ്യ ഘടകം എന്ന് പറയുന്നത്. ടൂ മച്ച് റാഷണൽ ആയി കഴിഞ്ഞാലുള്ള കുഴപ്പമെന്ന് പറയുന്നത് ഇതെല്ലാം നമ്മൾ കാടടിച്ച് വെടിവെച്ച് ആകെ തകർത്ത് തരിപ്പണമാക്കും. നമ്മുടെ ഭക്തിയും ദൈവഭയവും ഒക്കെ നമുക്ക് പലപ്പോഴും നഷ്ടപ്പെട്ടു പോകാനുള്ള ചാൻസ് ഉണ്ട്. അവസാനമായിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഏറ്റവും അവസാനമായിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, പുതിയ ആകാശം പുതിയ ഭൂമി സ്ഥാപിക്കുന്ന സമയത്ത് എല്ലാ ചോദ്യങ്ങൾക്കും അവസാനം വരും, പര്യവസാനം വരും. എല്ലാ ചോദ്യങ്ങൾക്കും ആൻസറും കിട്ടും എന്ന് ചിന്തിക്കുന്നു. അപ്പോഴാണ് ഇതിന്റെ എല്ലാത്തിൻ്റെയും ഫുൾ സ്റ്റോറി നമുക്ക് കിട്ടാനായിട്ട് പോകുന്നത്, പൂർണ്ണ ചിത്രം നമുക്ക് മനസ്സിലാക്കാനായിട്ട് പോകുന്നത്. അപ്പോഴാണ് ദൈവത്തിന്റെ എല്ലാ പ്രവൃത്തികളും അന്ന് വിൻഡിക്കേറ്റഡ് ആകും. ദൈവത്തിനെതിരെ പറയാൻ ആരും ഉണ്ടാവില്ല, സ്വർഗത്തിലും ഭൂമിയിലും ആരും ഉണ്ടാവില്ല. അങ്ങ് താഴെ പാതാളത്തിൽ ആരും ദൈവത്തിന്റെ നീതിക്കെതിരെ പറയാൻ ഉണ്ടാവില്ല. സ്വർഗത്തിൽ ആരും തങ്ങളുടെ നീതിയെക്കുറിച്ചും പറയാനായിട്ട് ഉണ്ടാവില്ല. ദൈവം ചെയ്ത പ്രവൃത്തികളെ കുറിച്ച് അവർക്ക് പറയാനായിട്ട് ഉണ്ടാവുള്ളൂ. ഈ ഭൂമിയിൽ വെച്ച് തന്നെ എല്ലാ കാര്യങ്ങളുടെയും ആൻസർ നമുക്ക് കിട്ടണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ചിലതിൻ്റെയൊക്കെ ദൈവം തരും, ചില ഉത്തരങ്ങളൊന്നും പറഞ്ഞാലും നമുക്ക് മനസ്സിലാവില്ല. ഇപ്പം ഈ ഹോസ്പിറ്റലിലൊക്കെ ചെല്ലുന്ന സമയത്തെ ഡോക്ടർമാര് നമ്മളോട് രോഗത്തിന്റെ വിശദാംശങ്ങൾ, ഇത് കോശകലകൾ എങ്ങനെയാണ് ബാധിക്കുന്നത്, ഈ വൈറസിന്റെ പേരെന്താണ്, ഇതിന്റെ പ്രവർത്തനങ്ങൾ ഏതിനെയൊക്കെയാണ് ബാധിക്കുന്നത്, എങ്ങനെയാണ്, ഇതിന്റെ എല്ലാം മെഡിക്കൽ, ഇതൊന്നും നമ്മളോട് പറയുന്നില്ലല്ലോ. നമ്മളോട് പറയുന്നത് ഒരു പനിയാണ്, 3-4 ദിവസം മരുന്ന് കഴിക്കണം, റെസ്റ്റ് എടുക്കണം, വെള്ളമൊക്കെ കുടിക്കണം, അപ്പൊ അങ്ങ് മാറിക്കോളും. നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ അത് പറഞ്ഞു, നമ്മളത് കേട്ടു, നമുക്കത് മതി. ബൈബിൾ എന്ന് പറയുന്ന അതുപോലെയാണ്. നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ വ്യക്തമായി, വ്യക്തതയോടുകൂടി ദൈവം ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അതിലപ്പുറത്തേക്ക് ദൈവം പറയാനായിട്ട് പോയാൽ എനിക്ക് തോന്നുന്നില്ല നമുക്ക് മനസ്സിലാക്കാനും അംഗീകരിക്കാനും സ്വീകരിക്കുവാനും ഒക്കെ പറ്റുമെന്നുള്ളത്. അതുകൊണ്ട് നമുക്ക് വെളിപ്പെട്ട സത്യങ്ങൾ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം. പ്രിയമുള്ളവരെ, നമ്മുടെ ദൈവം നല്ലവനാണ്, വിശ്വസ്തനാണ്, മാറ്റമില്ലാത്തവനായിട്ട് നിൽക്കുന്ന ദൈവം ആണ്. ട്രസ്റ്റ് ഹിം ആൻഡ് വെയിറ്റ് ഓൺ ഹിം, വി വിൽ സീ ദ ഗ്ലോറി ഓഫ് ക്രൈസ്റ്റ്. ഇത്രയും പറഞ്ഞ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സോരൻ അവസാനം പറഞ്ഞ വാക്കുകളിൽ തന്നെ നമുക്കത് ഒന്നുകൂടി ആവർത്തിക്കാം. അവനെ ആശ്രയിക്കുക, അവന് വേണ്ടി അവന്റെ പ്രവൃത്തികൾക്കായിട്ട് നമ്മൾ കാത്തിരിക്കുക. ദൈവത്തിന്റെ നന്മയും മഹത്വവും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആളുകൾ പലപ്പോഴും ദൈവത്തെ തള്ളിപ്പറയുവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ദൈവം എന്നുള്ളതായിരിക്കുന്ന പരമസത്യത്തെ തള്ളിക്കളയാൻ വേണ്ടിയിട്ട് അവരുടെ ആ ഒരു ആറ്റിറ്റ്യൂഡിൽ നിന്നുകൊണ്ടാണ് പലപ്പോഴും സംസാരിക്കാനായിട്ട് ശ്രമിക്കുന്നത് എന്നുള്ളത് ഒരു ദുര്യോഗമാണ്, അവരുടെ ഒരു പരാജയമാണ്. എന്നാൽ ദൈവത്തിന്റെ പരമാധികാരം, ദൈവം എന്ന ആ എൻറ്റിറ്റിയെ ശരിയായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ അങ്ങനെ പറയേണ്ടതായിരിക്കുന്ന കാര്യമില്ല. എന്നാൽ ദൈവത്തെ തള്ളാൻ വേണ്ടിയിട്ട് ദൈവത്തെ മനുഷ്യന്റെ തലത്തിലേക്ക് താഴ്ത്തിക്കൊണ്ടുവന്ന് കുറ്റം പറയുവാനും
മനുഷ്യന്റെ തലത്തിലേക്ക് പരിമിതപ്പെടുത്തിയിട്ട് ദൈവം നീതിയില്ലാത്തവനാണ് എന്ന് പറയാനായിട്ടൊക്കെ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. പലപ്പോഴും ദൈവത്തിന്റെ പരമാധികാരത്തിൽ മനസ്സിലാക്കാനോ അതിന്റെ നന്മ ഇല്ലെങ്കിൽ ആ പരമാധികാരത്തെ ശരിയായിട്ട് മനസ്സിലാക്കിയിട്ട് മറുപടി പറയാനായിട്ടും അല്ലെങ്കിൽ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ടും ആളുകൾക്ക് സാധിക്കുകയില്ല. അത് മനുഷ്യന്റെ പരാജയമാണ്, ദൈവത്തിന്റെ പരാജയം അല്ല. അതാണ് ചുരുക്കത്തിൽ പറഞ്ഞതിന്റെ ആശയം. നമുക്ക് കൂടുതൽ ക്ലാരിറ്റി നമുക്ക് ചർച്ചയിൽ നിന്ന് കൂടി ലഭിക്കും.